ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു നമ്മുടെ മധ്യേ ഉള്ളതിനാൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ മനോഹരമാകുന്ന ക്രമീകരണങ്ങൾ ദൈവത്താൽ സംഭവിച്ചു. തുടർന്നുള്ള 3 ദിവസങ്ങൾ ഇന്നുൾപ്പെടെ നാം ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ യേശു കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്യുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. വിശേഷാൽ ഇത് 6 സെഷനുകളുണ്ട്. ഈ 6 സെഷനുകളിലും നിങ്ങൾ പങ്കെടുക്കുന്നത് നിശ്ചയമായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രാരംഭ ദിവസം തന്നെ ഈ യോഗങ്ങൾക്ക് കടന്നു വരുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തെ അഭിനന്ദിക്കുന്നു. ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ മുഖ്യമായും നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ദൈവവചന പഠനത്തിനാണ്. ആന്തരിക സൗഖ്യം എന്ന വിഷയം ആസ്പദമാക്കി ഞാൻ ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. വ്യക്തിപരമാകുന്ന അനുഭവങ്ങളുടെ നടുവിൽ നിന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇതിലെ അനേകം ചിന്തകൾ എന്നെ പഠിപ്പിച്ചത്. അതോടൊന്നിച്ച് തന്നെ ശുശ്രൂഷയിൽ ആയിരുന്നപ്പോൾ പ്രത്യേകാൽ നേരിടേണ്ടി വന്ന സാഹചര്യങ്ങൾ, വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പശ്ചാത്തലങ്ങൾ, അതൊക്കെയും ശ്രദ്ധിക്കുവാൻ തുടങ്ങി. അങ്ങനെ ചില വർഷങ്ങൾ കൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ചിന്തകളിലേക്ക് എൻ്റെ ശ്രദ്ധയെ തിരിച്ചുവിട്ടത്. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഏതാണ്ട് 9 വർഷങ്ങൾക്ക് മുന്നമേ തിരുവനന്തപുരത്ത് ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ശുശ്രൂഷയ്ക്ക് അവസാനം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു സഹോദരി എൻ്റെ അരികിൽ വന്ന് ഏതാണ്ട് 12 വർഷത്തിലധികമായിട്ട് ശക്തമായിട്ടുള്ള തലവേദന അവർ അനുഭവിക്കുന്നു എന്ന് പറയുവാനിടയായി. ആ പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത ഉയർന്നു, അവരോടൊരു ചോദ്യം ചോദിക്കുവാൻ. ഞാൻ അവരോട് ചോദിച്ചു, 12 വർഷങ്ങൾക്ക് മുന്നമേ ഈ തലവേദന നിങ്ങൾക്ക് ആരംഭിക്കുന്നതിന് മുന്നമേ ഓർക്കത്തക്ക എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ സഹോദരി പറഞ്ഞു, ചിന്തിച്ചതിന് ശേഷം പറഞ്ഞു, ശരിയാ, 12 വർഷങ്ങൾക്ക് മുന്നമേയാണ് എനിക്കൊരു കുഞ്ഞായതിനു ശേഷം എൻ്റെ ഭർത്താവ് എന്നെ വിട്ടുപോകുവാനിടയായത്. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഭർത്താവിനോട് ഉള്ളത്തിൽ കയ്പുണ്ടോ? അവർ പറഞ്ഞു, എങ്ങനെ ക്ഷമിക്കാൻ കഴിയും, എങ്ങനെ കഴിക്കാതിരിക്കും? ആ മനുഷ്യൻ എന്നെ ഉപേക്ഷിച്ചു പോയി 12 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഒരർത്ഥത്തിൽ പിന്നീട് എനിക്ക് ബോധ്യമായി, അവരുടെ ശരീരത്തിൽ അനുഭവിച്ച ആ തലവേദനയുടെ കാരണം ശരീരത്തിലല്ല ആരംഭിക്കുന്നത്, ആന്തരിക മുറിവുകളിലാണ്, മനസ്സിലെ മുറിവുകളിലാണ് അത് ആരംഭിക്കുന്നത്. അതെൻ്റെ ചിന്തയെ തിരിച്ചുവിട്ടു. തുടർന്ന് ദൈവസന്നിധിയിൽ വിവിധ സന്ദർഭങ്ങളിൽ വ്യക്തിപരമാകുന്ന പ്രതിസന്ധികളുടെ നടുവിലും ദൈവസന്നിധിയിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട ഭാഗങ്ങളാണ്. വളരെ പ്രായോഗികമാണ്. നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ ഇത് നിങ്ങൾ പ്രായോഗികമാക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് അനുഭവസ്ഥനാകുന്നു ഞാൻ. എൻ്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ അത്ഭുതകരമാകുന്ന മാറ്റങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ഈ വചന ചിന്തകളിലൂടെ എനിക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞു. ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെയും ജീവിതത്തിൽ അത് ചെയ്യട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ദിനംതോറും സംഭവിക്കുന്ന അനേകം കാര്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ വ്യത്യസ്തമാകുന്ന നിലകളിൽ ക്ഷതവും മുറിവും സൃഷ്ടിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം റാന്നിയിൽ നടന്നൊരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ആത്മഹത്യയുടെ ദുരാത്മാവിനാൽ പിടിക്കപ്പെട്ട 50-ലധികം ആളുകൾ വിടുവിക്കപ്പെടുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നേതൃത്വം നൽകുന്നൊരു യോഗമായിരുന്നു. അവിടെ ഒരു സഹോദരിയുടെ സാക്ഷ്യം എൻ്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞു ആ ഓർമ്മ എൻ്റെ ഹൃദയത്തിൽ നിന്ന്, അതിൻ്റെ വേദന എൻ്റെ ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ. അവൾ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചു. ഭവനത്തിലെ പ്രശ്നങ്ങളാണ്. അവളും കുഞ്ഞും കൂടെ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചു.
5 6 വയസ്സുള്ള ആ കുഞ്ഞിനോട് പറഞ്ഞ് നമ്മൾ വിഷം കഴിച്ച് മരിക്കുവാൻ പോവുകയാണ്. ആ കുഞ്ഞ് ആ സന്ദർഭത്തിൽ പറഞ്ഞു, അമ്മേ, നമ്മൾ മരിക്കുമ്പോൾ എന്നെ അമ്മയുടെ കുഴിയിൽ തന്നെ അടക്കുമോ? അവർ രണ്ടുപേരും വേദിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട്, ആ കുഞ്ഞോടെയുണ്ട്, ആ വേദിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഈ സാക്ഷ്യം പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിൽ മുറിവ് ഉണ്ടാക്കുന്ന അനേകം സംഭവങ്ങൾ, അമ്മായിയമ്മയുമായിട്ടുള്ള വഴക്ക് നിമിത്തമാണ് ആ സഹോദരി ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചത്. ആ മുറിവുകൾ മൂലം അനേകർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഗുണമേന്മകൾ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ ദൈവം അവരെ കുറിച്ച് എന്തുദ്ദേശിക്കുന്നുവോ ആ ഉദ്ദേശങ്ങളിലേക്ക് അവർക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നില്ല. നിശ്ചയമായിട്ടും ഈ വചന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കാളികളാകുകയും പ്രായോഗികമായി ഇത് നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ അകത്ത് ഒരു വലിയ രൂപാന്തരം സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ആത്മീക ശുശ്രൂഷകളുമായി ബന്ധപ്പെടുവാൻ തുടങ്ങിയിട്ട് 14-ലധികം വർഷങ്ങളായി. അഭിഷേകത്തിന്റെ ശക്തിയിൽ ശുശ്രൂഷിക്കുവാൻ തുടങ്ങിയപ്പോൾ മുതൽ എങ്ങനെ അഭിഷേകത്തിൽ വർദ്ധിക്കുവാൻ കഴിയും, ലഭിച്ച ആ അളവിനെ എങ്ങനെ നിലനിർത്തുവാൻ കഴിയും, ഇതെന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങൾ 21 ദിവസം ഉപവസിക്കുന്നു, 40 ദിവസം ഉപവസിക്കുന്നു, വലിയ ആത്മശക്തി വ്യക്തിപരമായി അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില നാളുകൾ കഴിയുമ്പോൾ എവിടെ പോയി എന്നറിയില്ല. ചില ശുശ്രൂഷകൾ കഴിയുമ്പോൾ അത് നിലനിർത്തുവാൻ കഴിയാതെ വരുന്നു. ഇവിടെ ഇന്ന് വ്യക്തിപരമായി എനിക്കറിയാം, നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം നിങ്ങൾ നിലനിർത്തുവാൻ, ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ ലഭിച്ച അഭിഷേകം നിലനിൽക്കുക മാത്രമല്ല, ദിനംതോറും അത് വർദ്ധിക്കുവാൻ ഇടവരും. അങ്ങനെ ഒരു വലിയ മാറ്റത്തിന് ഈ യോഗങ്ങൾ ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുന്നതിന് മുന്നമേ എല്ലാവർക്കും കണ്ണുകൾ അടച്ച് ചില നിമിഷങ്ങൾ കൂടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, അതിന്റെ 5-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം ആധാരവാക്യമായി വായിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. മനുഷ്യൻ ഒരു ട്രൈക്കോട്ടമിയാകുന്നു. മനുഷ്യനിൽ 3 ഘടകങ്ങളുണ്ട്. ഈ വചനം ഇവിടെ പറയുന്നു, അവനിൽ ഒരു ആത്മാവുണ്ട്, മനുഷ്യാത്മാവ്, അവനിൽ പ്രാണൻ അഥവാ മനസ്സ്, അവന്റെ സോൾ, അവനിലൊരു പ്രാണനുണ്ട്, അവന് ബാഹ്യമായി കാണുവാൻ കഴിയുന്ന ശരീരവും ദേഹമുണ്ട്. ഈ 3 ഘടകങ്ങൾ അടങ്ങിയ ഒരു ട്രൈക്കോട്ടമിയാകുന്നു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മണ്ണുകൊണ്ടാണ് മനുഷ്യന്റെ ശരീരം ദൈവം സൃഷ്ടിച്ചത്. സ്വന്തം കരങ്ങൾ കൊണ്ട് മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി. ഈ ശരീരം മണ്ണാകുന്നു. നിങ്ങളുടെ ശരീരത്തെ തൊട്ടിട്ട് നിങ്ങൾ തന്നെ പറയുക, എന്റെ ഈ ശരീരം മണ്ണാകുന്നു. മണ്ണുകൊണ്ട് ദൈവം സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി. ആ ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന ശ്വാസമാണ് മനുഷ്യന്റെ ആത്മാവ്. നിങ്ങളിൽ എല്ലാവരും ഒരു ദൈവാംശമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരിലും ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന ശ്വാസം, അത് അവന്റെ ആത്മാവാണ്, അത് ദൈവാംശം തന്നെയാണ്. ആ ശ്വാസം വന്ന് ഈ മണ്ണിനെ കൂട്ടിയിടിച്ചപ്പോൾ, അതിന് വേണമെങ്കിൽ ഒരു ബിഗ് ബാങ് എന്ന് തന്നെ പറയാം, ആ കൂട്ടിയിടിയിൽ ഉളവായതാണ് മനുഷ്യന്റെ മനസ്സോൾ, പ്രാണൻ എന്ന് പറയുന്നത്. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു, ജീവനുള്ള ശരീരമായി തീർന്നു. ജീവൻ, ആത്മാവ്, ജീവൻ, ശരീരം, 3 ഘടകങ്ങൾ അടങ്ങുന്നതാണ് മനുഷ്യൻ. ആ 3 ഘടകങ്ങൾക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഗ്രീക്കിൽ ന്യൂമ എന്ന് പറയുന്നു, സ്പിരിറ്റിന് ന്യൂമ എന്ന് പറയുന്നു. ന്യൂമാറ്റോളജി, ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ന്യൂമാറ്റോളജി പഠിക്കുന്നവർ അതിനെക്കുറിച്ച് ബോധ്യമുണ്ടല്ലോ. ന്യൂമ എന്നാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ന്യൂമായ്ക്ക് കാറ്റെന്ന് മാത്രം അർത്ഥം. സ്പിരിറ്റ്, ഈ സ്പിരിറ്റിലാകുന്നു നമ്മുടെ മനസാക്ഷി. ഓരോ വ്യക്തിയുടെയും മനസാക്ഷി സ്പിരിറ്റിലാകുന്നു. കോൺഷ്യൻസ്, ഒരു മനുഷ്യന്റെ കോൺഷ്യൻസ് സ്പിരിറ്റിലാകുന്നു. അതിനാൽ തന്നെ സാധാരണ മനുഷ്യർക്കാർക്കും മനസാക്ഷിയില്ല.
നാം പറയും, പൊതുവിൽ പറയും, അവൻ മനസാക്ഷിയില്ലാതെ, അവന് മനസാക്ഷി ഉണ്ടായിട്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്കും മനസാക്ഷിയില്ല. അവനിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ റെസ്പോൺസിനെയാണ്, പോസിറ്റീവായിട്ടുണ്ടാകുന്ന ഒരു ഇമോഷണൽ റെസ്പോൺസിനെയാണ് നാം അവിടെ മനസാക്ഷി എന്ന് സാധാരണ പറയാറുള്ളത്. എന്നാൽ രക്ഷിക്കപ്പെട്ട നമുക്കെല്ലാവർക്കും മനസാക്ഷി സജീവമാകുന്നു. അവരുടെ മനസാക്ഷി ഉറങ്ങുന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മുടെ മനസാക്ഷി സജീവമാകുന്നു. രണ്ടാമതായിട്ട് നാം പഠിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം സോൾ. അതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം സൂഖെ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് സൈക്കോളജി എന്ന വാക്ക് വരുന്നത്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ മാനസിക രോഗത്തിന് സൈക്കാട്രി എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. സൈക്കാട്രിസ്റ്റുകൾ ഉണ്ടല്ലോ. ആ സൂഖെ എന്ന പദത്തിൽ നിന്നാണ് ഈ സൈക്കാട്രി എന്ന പദം വരുന്നത്. അത് സോൾ റിലമാണ്. ഈ സോൾ റിലത്തിലാകുന്നു നമ്മുടെ വ്യക്തിത്വത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളെല്ലാം സോൾ റിലത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. മനുഷ്യന്റെ ഇന്റലക്ട്, മനുഷ്യന്റെ ഇമോഷൻസ്, വില്ല്, മെമ്മറീസ്, സബ് കോൺഷ്യസ്, പേഴ്സണാലിറ്റി, ക്രിയേറ്റിവിറ്റി, മോട്ടിവേഷൻസ്, ഈ ഘടകങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത് മനുഷ്യന്റെ സോൾ റിലത്തിലാണ്. പൊതുവിൽ ഇതിനെ മൈൻഡ് എന്ന് നമ്മുടെ സൗകര്യാർത്ഥം എല്ലാവർക്കും ബോധ്യമാകുന്നതിനാൽ അതിനെ മനസ്സ് എന്ന് ഞാൻ സംബോധന ചെയ്യും. വേദപുസ്തകത്തിൽ ഹൃദയം എന്ന വാക്ക് വരുന്നുണ്ട്. ആ വാക്കിന്റെയും അർത്ഥം നമുക്ക് പഠിക്കുവാൻ കഴിയും. മൂന്നാമതായിട്ട് നമ്മുടെ ശരീരം. ബാഹ്യമായി നമുക്ക് കാണുവാൻ കഴിയുന്ന ഈ ശരീരത്തിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് സോമ എന്ന വാക്കാണ്. ആ പദത്തിൽ നിന്നാകുന്നു ശരീരം, ബോഡി എന്ന വാക്ക് വരുന്നത്. അവിടെ 3 ദൗത്യങ്ങളാണ് ശരീരത്തിനുള്ളത്: റിസപ്ഷൻ, റിയാക്ഷൻ ആൻഡ് എക്സ്പ്രഷൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ചെവി ഉപയോഗിച്ചാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് റിസീവ് ചെയ്യുവാൻ കഴിയുന്നു. നിങ്ങൾ എവിടെയെങ്കിലും സ്പർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്പർശനം, അത് റിസപ്ഷനാണ്. ആ റിസപ്ഷനോ റിയാക്ഷൻസ്, ശരീരം കൊണ്ടാണ് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. ഒരാളോട് എന്തെങ്കിലും മറുപടി പറയുന്നത്, റിയാക്ട് ചെയ്യുന്നത് ഏത് നിലകളിലാണെങ്കിലും നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരം കൊണ്ടാണ്. നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത്, ഈ വേദിയിൽ ഇരുന്നുകൊണ്ട്, ഞാനിപ്പോൾ ഈ വേദിയിൽ നിന്നുകൊണ്ട് ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നത് എൻ്റെ ശരീരം കൊണ്ടാണ് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത്. ആ 3 പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ് റിസപ്ഷൻ, റിയാക്ഷൻ ആൻഡ് എക്സ്പ്രഷൻ. ഇത് 3 ഘടകങ്ങൾ അടങ്ങുന്നതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ സോൾ എന്ന് പറയുന്നത്. ആ സോളിനെ കുറിച്ചൊരു ചിത്രം പോലെ നിങ്ങൾ വരയ്ക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്പിരിറ്റ്, ഏറ്റവും അകത്ത് ഉള്ള സ്പിരിറ്റ്, ആ സ്പിരിറ്റ് മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും ഉള്ളിൽ, ഏറ്റവും ഇന്നർ കോർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാൻ കഴിയും. സോൾ ഇതിന് രണ്ടിനും മധ്യേ വരുന്ന, മനസ്സ്, ഹൃദയം, സോൾ ഇതിന് രണ്ടിനും മധ്യേ വരുന്ന ഭാഗമാകുന്നു. പുറത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ബോഡി. ഈ സോൾ എടുക്കുന്ന നിലപാടാണ് ഒരു മനുഷ്യനെ ആത്മീകനാക്കി തീർക്കുന്നത്. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ അതിന്റെ 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ 3 തരത്തിലുള്ള മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു നാച്ചുറൽ മാൻ എന്ന് നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പ്രാകൃത മനുഷ്യൻ. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. പ്രാകൃത മനുഷ്യൻ രക്ഷിക്കപ്പെടാത്തവനാകുന്നു. അവന്റെ സ്പിരിറ്റ് ഡോർമെന്റ് ആണ്, ഉറങ്ങുന്ന അവസ്ഥയിലാണ്. അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവൻ പ്രാകൃത മനുഷ്യനാകുന്നു, നാച്ചുറൽ മാൻ ആകുന്നു. വീണ്ടും നിങ്ങൾക്ക് 1 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ മറ്റ് 2 കൂട്ടരെ കൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകരോട് എന്ന പോലെ അല്ല. ആത്മീകരെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. 3-ാമതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു ആത്മീകരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ. 3-ാമത്തെ കൂട്ടരാണ് ജഡീകന്മാർ. നാച്ചുറൽ മാൻ, എല്ലാവരും ചേർന്ന് പറഞ്ഞേ: പ്രാകൃത മനുഷ്യൻ, ജഡീക മനുഷ്യൻ, ആത്മീക മനുഷ്യൻ. പ്രാകൃത മനുഷ്യൻ രക്ഷിക്കപ്പെട്ടവനെ അല്ല. എന്നാൽ ഈ ജഡീക മനുഷ്യനും ആത്മീക മനുഷ്യനും രക്ഷിക്കപ്പെട്ടവനാണ്. എന്തുകൊണ്ടാണ് അവൻ ജഡീകനായി തുടരുന്നത്? ഈ സോളിന്റെ, മനസ്സിന്റെ നിലപാട് മൂലമാണ് അവൻ ജഡീകനായി തുടരുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ സ്പിരിറ്റ് ആയിരുന്നു യജമാനൻ, മാസ്റ്റർ സ്പിരിറ്റ് ആയിരുന്നു. സോൾ ഈ യജമാനന്റെ സ്റ്റുവാർഡായിരുന്നു, കാര്യസ്ഥനായിരുന്നു. ശരീരം സെൻസേഷൻസിന് വിധേയമാകുന്നു, ഇന്ദ്രിയ ബോധങ്ങൾക്ക് വിധേയമാകുന്നു. ശരീരം എവിടം സെൻസ് ചെയ്യുന്നതാണ്? ശരീരം ലോകവുമായി സെൻസ് ചെയ്യുന്നു, വേൾഡുമായി സെൻസ് ചെയ്യുന്നു. സ്പിരിറ്റ്
ദൈവവുമായുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ ശരീരം ലോകവുമായുള്ള ബന്ധത്തിലാകുന്നു. ആദമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ സ്പിരിറ്റ് യജമാനനായിരുന്നു, സോൾ സ്റ്റുവാർഡായിരുന്നു, അഥവാ കാര്യസ്ഥനായിരുന്നു, ബോഡി ദാസനായിരുന്നു. എന്നാൽ ആദാം പാപം ചെയ്തതോടുകൂടെ ഈ ക്രമീകരണങ്ങൾ നേരെ തിരിഞ്ഞുപോയി. സ്പിരിറ്റ് ഉറക്കാവസ്ഥയിലായി, ഈ സോൾ ശരീരത്തിന്റെ കാര്യസ്ഥനായി തീർന്നു. അവിടെ നിന്നാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ഈ ക്രമീകരണങ്ങൾക്ക് വീണ്ടും ഒരു മാറ്റമുണ്ടാകുന്നത്. സ്പിരിറ്റിന് ജീവൻ ലഭിക്കുമ്പോൾ ആ സ്പിരിറ്റിനെ വീണ്ടും യജമാനനാക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്പിരിറ്റ് ഇവിടെ യജമാനനാകണമെങ്കിൽ സ്പിരിറ്റ് പറയുന്നത് ഈ സോൾ അനുസരിക്കുവാൻ സന്നദ്ധമാകണം, മനസ്സനുസരിക്കുവാൻ സന്നദ്ധമാകണം. ബോഡി ഈ സ്പിരിറ്റിന്റെ ദാസനായി തീർന്നെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ആത്മീകനായി തീരുവാൻ കഴിയുകയുള്ളൂ. രക്ഷിക്കപ്പെട്ട പലരും ഇന്നും അവരുടെ ശരീരം പറയുന്നത് അനുസരിക്കുന്ന അവസ്ഥയിലും ഈ സ്പിരിറ്റിന് അവരുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ അധികാരമില്ലാതെ, തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ കഴിയാതെ, ദൈവം പറയുന്നത് അനുസരിപ്പിക്കുവാൻ ശരീരത്തെ കൊണ്ട് കഴിയാതെ ഒരു നിലയിൽ പറഞ്ഞ ഒരു നിഷ്ക്രിയ അവസ്ഥയിൽ, അധികാരരഹിതമാകുന്ന അവസ്ഥയിൽ സ്പിരിറ്റ് പല രക്ഷിക്കപ്പെട്ട ദൈവമക്കളിലും തുടരുന്നതിനാലാകുന്നു അവർ ശരീരത്തിന്റെ സെൻസസ്, ഇന്ദ്രിയങ്ങൾ മൂലം ലോകവുമായുള്ള ബന്ധത്തിൽ നിന്ന് ലഭ്യമാകുന്ന ആ സെൻസേഷൻസിൽ നിന്ന്, ഇന്ദ്രിയ ബോധത്തിൽ നിന്ന് ശരീരം പറയുന്നത് മനസ്സനുസരിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അവൻ ജഡീകനായി തുടരുകയാണ്. ദൈവകൃപയിൽ ഒരാൾ വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സ്പിരിറ്റിനെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ യജമാനനാക്കി, സോൾ സ്പിരിറ്റിന്റെ സ്റ്റുവാർഡായി, ബോഡി ദാസനായി തീരുന്ന അവസ്ഥയിലാണ് ഒരാൾക്ക് ആത്മീകമായി വർദ്ധിക്കുവാൻ കഴിയുന്നത്. അത് ഈ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവാത്മാവ് അതിശക്തമായി ശരീരങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ അനുഭവിക്കുന്ന, ശരീരത്തിൽ അനുഭവിക്കുന്ന ദൈവശക്തി, പവർ ബാപ്റ്റിസം എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ഓർഡറിലേക്ക് ദൈവത്തിന്റെ മക്കളെ, അഭിഷക്തന്മാരെ മടക്കിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നതിനാലാകുന്നു ഈവൻ ശരീരത്തെ പോലും ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് ശക്തമായി തൊട്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ഈ പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സോൾ, ഇന്റലക്ട്, ഇമോഷൻസ്, വിൽ, മെമ്മറി, സബ് കോൺഷ്യസ്, ക്രിയേറ്റിവിറ്റി, മോട്ടിവേഷൻസ്, ഇവയെല്ലാം അടങ്ങിയിരിക്കുന്നു. വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ സോൾ റിലത്തെ പൊതുവായി പല ഇടങ്ങളിലും ഹാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ദയവായി നിങ്ങൾ ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള അനേക വാക്യങ്ങളുണ്ട്. 1-2 വാക്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 17-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എല്ലാവർക്കും കാണാതറിയാവുന്ന ഒരു വാക്യമാകുന്നുവല്ലോ. ഹൃദയം എല്ലാറ്റിലും കപടവും വിഷമവുമുള്ളത്. ആ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ഈ നെഞ്ചിനകത്തിരിക്കുന്ന ഹൃദയം എന്ന അർത്ഥത്തിലല്ല പറയുന്നത്, ഈ സോൾ എന്ന അർത്ഥത്തിലാണ് അവിടെ ആ ഹൃദയം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഹൃദയം എല്ലാറ്റിലും കപടവും വിഷവുമുള്ളത്, അത് ആരാഞ്ഞറിഞ്ഞവൻ ആർ? ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ഹൃദയത്തിന്റെ അവസ്ഥ ആരാഞ്ഞറിഞ്ഞവൻ ആർ? ഈ സോൾ റിലത്തിൽ സംഭവിക്കുന്നത് ആരാഞ്ഞറിഞ്ഞവൻ ആർ? ആമീൻ. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ ഇവിടെ ഇരിക്കുന്ന വ്യക്തികളെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കടന്നു പോകുന്നത് എന്തൊക്കെ പ്രതിസന്ധികളിലൂടെയാണ് ആർക്കും അറിയില്ല. ഒരാളുടെ മുഖത്ത് നോക്കിയാൽ എല്ലാവരും സന്തോഷമായിരിക്കുന്നു, നല്ലതുപോലെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ചിരിക്കുന്ന മുഖമാണ്. പക്ഷേ അകത്ത് പ്രതിസന്ധികളും നേരിടുന്ന വിഷമസന്ധികളും അവരെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. വലിയ വെല്ലുവിളികളായിരിക്കും അവർ അകത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്, പുറത്തറിയുവാൻ കഴിയുകയില്ല. ആ അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഹൃദയം ആരാഞ്ഞറിയുന്നവനാർ. ഇനിയും ഞാൻ ഒരു പടി കൂടെ കടന്നു പറയുകയാണെങ്കിൽ, നമുക്കുപോലും നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. നാം തന്നെ ചില സമയത്ത് ചോദിക്കാറില്ല, അയ്യോ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടപെടുന്നത്, ഇത് എവിടെ നിന്നാ വരുന്നത്? എനിക്ക് പോലും അറിയില്ല എൻ്റെ ഹൃദയത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന്. ഇതെല്ലാം അറിയുന്ന ഒരാളുണ്ട് എന്ന് ആ വാക്യത്തിൽ പറയുന്നുണ്ട്. യിരെമ്യാ 17:9 താഴോട്ട് പറയുന്നത്, യഹോവയാകുന്ന ദൈവം സകല ഹൃദയങ്ങളെയും ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ദൈവം നമ്മുടെ ഹൃദയം നന്നായിട്ട് അറിയുകയാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് എബ്രായ ലേഖനത്തിൽ മനുഷ്യന്റെ ഈ ട്രൈക്കോട്ടമിയുമായി ബന്ധപ്പെട്ട് 3 ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവവചനത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ദൈവവചനത്തെക്കുറിച്ച് പറയുന്ന ഇരുവായ്ത്തലയുള്ള വാളാണ്, ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ കടന്നു ചെല്ലുന്നതും ഹൃദയങ്ങളിലെ ചിന്തനങ്ങളെയും വിചാരങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നത്, അവന് മറഞ്ഞു കിടക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കും.
കിടക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും, കൊച്ചു കുഞ്ഞിന്റെ ഹൃദയം ഉൾപ്പെടെ സകലരുടെയും ഹൃദയത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്നായി അറിയുന്ന ഒരൊറ്റ വ്യക്തി മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അത് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവാണ്. ആ യേശു നിങ്ങളുടെ ഹൃദയങ്ങളെ തൊടുകയാണെങ്കിൽ അത്ഭുത വിടുതലുകൾ സംഭവിക്കുവാനിടവരും. ആ സദൃശ്യവാക്യം 4-ാമത്തെ അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിലും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ. ഓർക്കുക, നിങ്ങളിൽ നിന്ന് നന്മയാണോ പുറപ്പെടേണ്ടത്, ജീവനാണോ പുറപ്പെടേണ്ടത്, സൗഖ്യമാണോ പുറപ്പെടേണ്ടത്, വിടുതലാണോ പുറപ്പെടേണ്ടത്? എവിടെ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. മരണമാണോ പുറപ്പെടേണ്ടത്, തകർച്ചയാണോ പുറപ്പെടേണ്ടത്, ശാപമാണോ പുറപ്പെടേണ്ടത്? എവിടെ നിന്നാണ് ഒരു വ്യക്തിയിൽ അത് ആരംഭിക്കുന്നത്? അവരുടെ ഹൃദയത്തിൽ നിന്നാണ്. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ. ഹൃദയത്തെ കാക്കണമെങ്കിൽ ഓർക്കുക, ഇന്ദ്രിയങ്ങളെയും സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. കണ്ണുകളെയും ചെവികളെയും നാസീഗ്രന്ഥത്തെയും അധരത്തെയും സ്പർശനത്തെയും ഇന്ദ്രിയങ്ങളെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾക്ക് സകല ജാഗ്രതയോടും കൂടെ സൂക്ഷിക്കുവാൻ കഴിയും. ദൈവവചനത്തില് ഈ ഹൃദയം എന്ന വാക്ക് വരുമ്പോൾ അതുകൂടെ ഞാനൊന്ന് വിശദീകരിച്ച് നമ്മൾ അർത്ഥമാക്കുന്നത്, ഹൃദയം എന്ന പദം കൊണ്ട്, മനസ്സെന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുകൂടെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ഭാഷയിൽ ലെബ് ആൻഡ് ലെബാബ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്കിൽ കാർഡിയ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാർഡിയ എന്ന വാക്കിൽ നിന്നാണ് കാർഡിയോളജി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാർഡിയോളജി യഥാർത്ഥത്തിൽ ഒരു ഗ്രീക്ക് യവനായ ഭാഷയാണ് കാർഡിയ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള പല വാക്കുകളും, കാർഡിയോളജി, ഗൈനക്കോളജി, അങ്ങനെയുള്ള പല വാക്കുകളും ഗ്രീക്കിൽ നിന്ന് വരുന്നതാണ്. കാർഡിയ എന്നാണ് ഹൃദയത്തിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലബാൻ, ലബാബ്. ഒരു ദൈവദാസന് വേദപുസ്തകത്തിലെ ഹൃദയം എന്ന് വരുന്ന വാക്കുകൾ എല്ലാം അദ്ദേഹം ഒന്ന് പഠിക്കുകയുണ്ടായി. ഏതർത്ഥത്തിലാണ് ഹൃദയം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പഠിച്ചു കഴിഞ്ഞപ്പോൾ ലെബ് ആൻഡ് ലെബാബ്, കാർഡിയ, ഗ്രീക്കിലെ അതേ അർത്ഥവും ഹീബ്രുവിലെ അതേ അർത്ഥവും എടുത്ത് അദ്ദേഹം പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഏതാണ്ട് 204 പ്രാവശ്യം മൈൻഡ്, മനസ്സെന്ന അർത്ഥത്തിലാണ് ഹൃദയം എന്ന വാക്ക് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 195 പ്രാവശ്യം വില്ല്, തീരുമാനശേഷി എന്ന അർത്ഥത്തിലാണ് ഹൃദയം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. 166 പ്രാവശ്യം ഇമോഷൻസ്, വികാരങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഹൃദയം എന്ന വാക്ക് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഏറ്റവും അധികം പ്രാവശ്യം 257 പ്രാവശ്യം ഹൃദയം എന്ന വാക്ക് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് the whole inner person or personality. The whole inner person or personality. ആ അർത്ഥത്തിലായിരിക്കും നാം ഈ ദിവസങ്ങളിൽ ഹൃദയം എന്ന വാക്ക്, മനസ്സെന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ, നിങ്ങളുടെ ഹോൾ ഇന്നർ പേഴ്സണാലിറ്റി, നിങ്ങളുടെ അകത്തെ വ്യക്തിത്വം, ആ അർത്ഥത്തിൽ നാം ഈ പദം ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കുവാൻ പോകുകയാണ്. ഇവിടെ മനസ്സ് ഒരു സമുദ്രം പോലെയാണ്. അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്ത് പറ, മനസ്സൊരു മഹാസമുദ്രം പോലെയാണ്. സൗകര്യാർത്ഥം ഇങ്ങനെ പറയാറുണ്ട്, ഇതിനകത്ത് അറകളുണ്ട്, മനസ്സിനകത്ത് അറകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിന്റെ അറകളിൽ പലതും നിക്ഷേപിക്കുവാൻ കഴിയും. വേണമെങ്കിൽ നമ്മുടെ സൗകര്യാർത്ഥം നമുക്കിതൊക്കെ ബോധ്യമാകുവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഈ നിലയിൽ പറയുന്നത്. ഈ നിലയിൽ പറയുന്നതിനാൽ അനേകർക്ക് അനുഗ്രഹവും വിടുതലും പ്രാപിക്കുവാൻ വേഗതയുണ്ട്. അറകൾ, മുറികൾ പോലെ നമ്മുടെ മനസ്സിൽ സ്ഥലമുള്ളതിനാൽ മുറികൾ പോലെ അനേകം അറകൾ നമ്മുടെ മനസ്സിലുണ്ട്. ആ അറകളിൽ നമുക്ക് വേണമെങ്കിൽ സംഭവങ്ങളെ സൂക്ഷിക്കുവാൻ കഴിയും, നമുക്ക് വേണമെങ്കിൽ വ്യക്തികളെ സൂക്ഷിക്കുവാൻ കഴിയും, നമുക്ക് വേണമെങ്കിൽ വസ്തുക്കളെ സൂക്ഷിക്കുവാൻ കഴിയും. അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്തു പറ, നിന്റെ മനസ്സിൽ സ്ഥലമുണ്ട്. ആ മനസ്സിൽ സംഭവങ്ങളെ സൂക്ഷിക്കാം, ആ മനസ്സിൽ വ്യക്തികളെ സൂക്ഷിക്കാം, ആ മനസ്സിൽ വസ്തുക്കളെ സൂക്ഷിക്കാം. അറകൾ പോലെ മുറിയിൽ മനസ്സിൽ സ്ഥലമുള്ളതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ 10 വർഷം മുൻപുണ്ടായ ഒരു സംഭവം അതിപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട്. അതൊരു വസ്തു ഇരിക്കുന്നത് പോലെ, ഈ സ്പീക്കർ ഇവിടെ ഇരിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൽ സ്ഥലം ഓക്യുപ്പൈ ചെയ്യുകയാണ്. വർഷം 10 കഴിഞ്ഞിട്ടും അതിന്നും മനസ്സിലുണ്ട്, ഓർമ്മയിലുണ്ട് എന്ന് നാം പറയുന്നു. അല്ലെങ്കിൽ അതിനെ മനസ്സിലുണ്ട് എന്ന് സൗകര്യാർത്ഥം നമുക്ക് പറയാം. വ്യക്തികൾ, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഭർത്താവ് എവിടെയുണ്ട്? നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ
ഭർത്താക്കന്മാർ എവിടെയുണ്ട്? നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ ഭാര്യമാർ എവിടെയുണ്ട്? നിങ്ങളുടെ മനസ്സിലുണ്ട്. യേശുവിന് മനസ്സിൽ സ്ഥലമുള്ളതുപോലെ തന്നെ നമുക്ക് ഈ ഭൂമിയിൽ ബന്ധങ്ങളിലൂടെ ലഭിക്കുന്ന വ്യക്തികൾക്ക് നമ്മുടെ മനസ്സിൽ സ്ഥലമുണ്ട്. അതാണ് ചിലർ മരണം സംഭവിക്കുമ്പോൾ, ചില വ്യക്തികൾ അടുത്ത പ്രിയപ്പെട്ടവരുടെ മരണം സംഭവിക്കുമ്പോൾ മനസ്സിലൊരു ശൂന്യത വെളിപ്പെടും. അതുവരെ ആ മനസ്സിലുണ്ടായിരുന്ന വ്യക്തി മരണത്തോടുകൂടെ വേർപെട്ടിരിക്കുകയാണ്. ഒരു ശൂന്യത വെളിപ്പെടുകയാണ്. വ്യക്തികൾക്ക് മനസ്സിൽ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ വസ്തുക്കൾക്ക് മനസ്സിൽ സ്ഥലമുണ്ട്. നിങ്ങൾക്കൊരു കാറുണ്ടെങ്കിൽ നിങ്ങൾ ബോംബെയിലോ ഡൽഹിയിലോ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ ഭാര്യയ്ക്ക് വിളിച്ചു ചോദിക്കും, ആ കാർ നീ കഴുകിയോ? അവിടെ ആയിരിക്കുമ്പോഴും ആ കാറിനെ കുറിച്ചുള്ള ചിന്ത നിന്റെ മനസ്സിലുണ്ട്. ആ മനസ്സിൽ കാറിന് അർത്ഥത്തിൽ സ്ഥലമുണ്ട്. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ ഇപ്പോൾ ഇവിടെ നിന്ന് ഓർക്കുമായിരിക്കും, വീട്ടിൽ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടാണോ വന്നത്? എന്തുകൊണ്ടാ? നിന്റെ ആ വീടിന് നിന്റെ ഹൃദയത്തിൽ സ്ഥലമുണ്ട്. നിന്റെ ഗ്യാസിന്, വസ്തുക്കൾക്ക് ഹൃദയത്തിൽ സ്ഥലമുണ്ട്. മഹാസമുദ്രം പോലെയുള്ള ഈ മനസ്സിൽ പലതിനും സ്ഥലമുണ്ട്. ഈ നല്ല കാര്യങ്ങളാണ് അതുകൊണ്ട് ആ മനസ്സിൽ നിറയ്ക്കേണ്ടത്. പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി തിന്മ നിറഞ്ഞതാകുന്നതിനാൽ ഈ മനസ്സിൽ അറിയാതെ തിന്മ നിറഞ്ഞ അനേകം കാര്യങ്ങൾ നാം നിക്ഷേപിച്ചു വെക്കും. അനേകം സംഭവങ്ങൾ തിന്മ നിറഞ്ഞത് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുവാൻ സാധ്യതയുണ്ട്. വേണമെങ്കിൽ മധ്യ തിരുവിതാംകൂറിലെ ഒരു അടഞ്ഞുകിടക്കുന്ന വീടിന് സമാനമാണ് പലരുടെയും മനസ്സെന്ന് പറയുന്നത്. ആ ഗൾഫിൽ നിന്ന് വരുന്നവർ വീട് പണിയാറുണ്ടല്ലോ. ആ വീട് പണിഞ്ഞതിന് ശേഷം പൂട്ടിയിട്ടവർ മടങ്ങിപ്പോകും. 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവർ മടങ്ങി വരുന്നത്. മടങ്ങി വരുമ്പോൾ വാതിൽ തുറക്കുമ്പോൾ ആദ്യം അവരെ സ്വാഗതം ചെയ്യുന്നത് ഒരു പക്ഷെങ്കിൽ ചെലന്തി വലയായിരിക്കും. തട്ടിമാറ്റി അകത്ത് കയറുമ്പോൾ പാറ്റ അതുവഴി ഓടുന്നു, എലി ഇതുവഴി ഓടുന്നു. അകത്തെ മുറിയിൽ വേണമെങ്കിൽ പാമ്പ് കുടുംബമായിട്ട് പാർക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാ പലരുടെയും മനസ്സ്. അതിനകത്ത് നല്ലതൊന്നുമില്ല. ചത്ത എലിയും പാറ്റായും ചിലന്തി വലയും പാമ്പ് കുടുംബമായും പാർക്കുന്ന ആ മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ, അതിനെ ആ വിടുതലിലേക്ക് നയിക്കുവാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കെങ്കിലും കഴിയുമോ? സൈക്കാട്രിസ്റ്റ് പരാജയപ്പെട്ടു എങ്കിൽ നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഒരാൾക്ക് നിന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ കഴിയും. യേശു എന്നാകുന്നു അവന്റെ പേര്. യേശു നിന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ, അകത്തുള്ള പാമ്പിനെ തല്ലിക്കൊന്നവനെ പുറത്തു കളഞ്ഞ് ആ ചത്ത എലിയെ നീക്കിക്കളഞ്ഞ് അതിനുപകരിക്കുന്ന ഒരു വാക്വം ക്ലീനറാണ് ദൈവവചനം എന്ന് പറയുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ മനസ്സിലെ അനാവശ്യമാകുന്ന കാര്യങ്ങളെ സക്ക് ചെയ്ത്, ആ പൊടിപടലങ്ങളെ പോലും സക്ക് ചെയ്ത് നന്മ കൊണ്ട് നിന്റെ മനസ്സ് നിറയുവാൻ പോകുകയാണ്. സ്നേഹം കൊണ്ട് നിന്റെ മനസ്സ് നിറയുവാൻ പോകുകയാണ്. കരമടിച്ച ചില നിമിഷങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു. ശക്തിയോടുകൂടെ ചില നിമിഷങ്ങൾ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചു. ആ മനസ്സ് നന്മ കൊണ്ട് നിറയട്ടെ, സ്നേഹം കൊണ്ട് നിറയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തിന്മകൾ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകട്ടെ. ഖരവസ്തു പോലെ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന തിന്മകളെ വചനമെന്ന ദൈവിക ആയുധം ഉപയോഗിച്ച് യേശുവിനാൽ ആ ഖരവസ്തു പോലെയുള്ള തിന്മ നിന്റെ മനസ്സിൽ നിന്ന് പുറത്തു പോയാൽ അവിടെ ഒരു ശൂന്യത വെളിപ്പെടും. ആ ശൂന്യതയെ നമുക്ക് എന്തുകൊണ്ട് നിറയ്ക്കാൻ കഴിയുമെന്നറിയാമോ? ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കുവാൻ കഴിയും. തിന്മകളെ പുറത്തു കളഞ്ഞ് ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന, മനസ്സിൽ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന ശുശ്രൂഷയാണ് ആന്തരിക സൗഖ്യ ശുശ്രൂഷ. അഭിഷക്തന്മാരുടെ ഭാഷയിൽ പറയുകയാണ് എങ്കിൽ തിന്മകളെ പുറത്തു കളഞ്ഞതിന് ശേഷം അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നു ആ ശൂന്യതകൾ. നിന്റെ ഉള്ളിൽ സ്ഥലം വർദ്ധിക്കുന്നതിനാൽ നിനക്ക് അഭിഷേകത്തിൽ വർദ്ധിക്കുവാൻ കഴിയും. ആ ശുശ്രൂഷയാണ് ആന്തരിക സൗഖ്യ ശുശ്രൂഷ. യേശുക്രിസ്തു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് 1 കൊരിന്ത്യർ അതിന്റെ 2-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരെന്നാണ് പൗലോസ് കൊരിന്ത്യയിലെ വിശ്വാസികളെ വിളിക്കുന്നത്. അവരെ അഭിസംബോധന ചെയ്യുമ്പോൾ കൊരിന്ത്യയിലെ വിശ്വാസികളെ കുറിച്ച് വചനം അറിയാവുന്നവർക്ക് ഏകദേശ രൂപമുണ്ടല്ലോ. അവരോട് പറയുന്നത്, ആ സാൽവേഷൻ എന്ന പാക്കേജിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ അതൊരു പാക്കേജാണ്. ആ പാക്കേജിനകത്ത് നിങ്ങൾക്കൊരു പുതിയ മനസ്സുകൂടെ ലഭിക്കുകയാണ്. ആരുടെ മനസ്സാണ്? ക്രിസ്തുവിന്റെ മനസ്സ്. എല്ലാവരും പറഞ്ഞേ, ക്രിസ്തുവിന്റെ മനസ്സ്. 2-ാമത്തെ അധ്യായം 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം 17-ാമത്തെ വാക്യം 16-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, കർത്താവിന്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞ്, ഞാൻ ക്രിസ്തുവിന്റെ മനസ്സുള്ള വ്യക്തിയാണ്. ഉറക്കെ പറയുക, ഞാൻ ക്രിസ്തുവിന്റെ മനസ്സുള്ള വ്യക്തിയാണ്. നീ രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതലാണെങ്കിൽ നീ ക്രിസ്തുവിന്റെ മനസ്സുള്ള വ്യക്തിയാണ്. സാൽവേഷൻ പാക്കേജിനകത്ത് ക്രിസ്തുവിന്റെ മനസ്സ് നിനക്ക് തന്നിട്ടുണ്ട്. ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് നിന്റെ ദൗത്യമാണ്. തൈരിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെ കടഞ്ഞെടുക്കണം. തൈരിനകത്ത് വെണ്ണയുണ്ട്,
വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെ ഈ സാൽവേഷൻ പാക്കേജിനകത്ത് ക്രിസ്തുവിന്റെ മനസ്സുണ്ട്. അത് നിനക്ക് വെളിപ്പെടുവാൻ തക്കവണ്ണം നിന്റെ നിലവിലുള്ള തിന്മകൾ, നിലവിലുള്ള അവസ്ഥകൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കേണ്ടത് ആവശ്യമാണ്. ഇത് തന്നെയാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ മലയാളത്തിൽ ക്രിസ്തുയേശുവിന്റെ ഭാവം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുയേശുവിന്റെ മനസ്സ്. ആമേൻ. 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നത് നല്ല മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ക്രിസ്തുവിലുള്ള മനസ്സ് തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട രൂപാന്തരം സംഭവിക്കേണ്ടത് നമ്മുടെ മനസ്സിലാണ്. അത് തന്നെയാണ് റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാമല്ലോ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഈ മനപുതുക്കം നമ്മിൽ സംഭവിക്കുകയാണെങ്കിൽ, മനസ്സിന് ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരം നമ്മിൽ സംഭവിക്കുകയാണെങ്കിൽ, ഇതുവരെ അനുഭവിച്ച ഒരു ക്രിസ്തീയ ജീവിതമല്ല നിങ്ങൾ ഇനി വരുന്ന നാളുകളിൽ ചെയ്യുവാൻ പോകുന്നത്. ജയാളിയായി, ഭൂമിയിൽ ഭരണം നടത്തുന്ന ഒരു വ്യക്തിയായി, രാജാവായി, ദൈവത്തിന്റെ പുരോഹിതനായി, ദൈവിക അധികാരങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ജയാളിയായി നിങ്ങൾക്ക് ജയജീവിതം നയിക്കുവാൻ കഴിയും. ഈ ശുശ്രൂഷകളിൽ ദൈവം അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ എന്ന് ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നമുക്ക് സൗകര്യാർത്ഥം ഈ മനസ്സിനെ 3 തട്ടുകളായിട്ട് തിരിക്കാം. 3 പ്രധാനപ്പെട്ട തട്ടുകൾ. 1 ബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡ്. 2 ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്. 3 അൺകോൺഷ്യസ് മൈൻഡ്, അബോധ മനസ്സ്. ഒരരിപ്പ പോലെ വേണമെങ്കിൽ നമുക്ക് ഈ 3 തട്ടുകളെ, 2 തട്ടുകളെ നമുക്ക് ഒരരിപ്പ പോലെ കാണുവാൻ കഴിയുന്നു. ബോധ മനസ്സ്, എല്ലാവരും പറഞ്ഞേ, ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. ഇംഗ്ലീഷിൽ പറയാൻ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. എന്താണ് കോൺഷ്യസ് മൈൻഡ്? മെന്റലി എവൈക്ക്, ബോധമുള്ളവരായിരിക്കുക. നാം ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആയിരിക്കുന്നത്? ബോധമുള്ളവരായിരിക്കുന്നു. ബോധതലത്തിലാണ് നിങ്ങൾ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ബോധതലത്തിൽ ഈ കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം വരുന്നത് കോൺഷ്യസ് മൈൻഡിലേക്ക്. ബോധമുള്ളവരായി നിങ്ങൾ മെന്റലി അവൈക്കായി ഇവിടെ ആയിരിക്കുന്നു. ഈ മെന്റലി അവൈക്കായി ഇരിക്കുന്നതിന്റെ തൊട്ടു താഴെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട റിലമാണ് ജസ്റ്റ് ബിലോ ദ ത്രെഷ്ഹോൾഡ് ഓഫ് കോൺഷ്യസ് മൈൻഡ്. ഇതിന്റെ തൊട്ടു താഴെയുള്ള ഒരു റിലമാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഈ കോൺഷ്യസ് മൈൻഡിൽ വന്നു വീഴുന്ന എല്ലാ കാര്യങ്ങളും നാം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുകയില്ല, ഡിപ്പോസിറ്റ് ചെയ്യുകയില്ല, നിക്ഷേപിക്കുകയില്ല. ആവശ്യമില്ലാത്തതിനെ നാം ബഹിഷ്കരിച്ച് കളയും. ഇപ്പോൾ ലളിതമായി പറഞ്ഞാൽ, ഇവിടെ ഈ വചന ശുശ്രൂഷ നടക്കുന്നതിൽ യോഗമെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് കേവലം ഒരു 20 to 30% മാത്രമേ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. ബാക്കിയെല്ലാം അറിയാതെ തന്നെ പുറത്തു പോകും. തന്നെയുമല്ല, നമ്മുടെ മനസ്സിനൊരു സ്വഭാവമുണ്ട്, ആവശ്യമില്ലാത്തതിനെ മനസ്സ് ബഹിഷ്കരിച്ച് കളയും. പന്തളം ടൗണിലൂടെ നടന്നു പോകുമ്പോൾ ഇടത്തും വലത്തും നമ്മൾ പല കാര്യങ്ങൾ കാണുന്നുണ്ട്. അതൊന്നും നമ്മൾ നമ്മുടെ മനസ്സിൽ നിക്ഷേപിക്കുകയില്ല. വീട്ടിൽ മടങ്ങി ചെല്ലുന്നുടനെ കണ്ടതും കേട്ടതുമാകുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിലില്ല. ആവശ്യമില്ലാത്തതിനെ കോൺഷ്യസ് മൈൻഡിൽ വരുന്നു. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ തന്നെ അതിനെ ബഹിഷ്കരിച്ച് അത് നമ്മുടെ പുറത്തു പോകും. എന്നാൽ ചില സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമെന്ന് നാം തീരുമാനമെടുക്കുന്നതും നമ്മുടെ മനസ്സതിന് സമ്മതം ഉള്ളതുമാകുന്ന ചില സംഭവങ്ങൾ ഈ അരിപ്പയിലൂടെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് താഴോട്ട് പോകും. ഈ അരിപ്പയിലൂടെ എവിടെ എത്തിച്ചേരും? സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിച്ചേരും. ജസ്റ്റ് ബിലോ ദ ത്രെഷ്ഹോൾഡ് ഓഫ് കോൺഷ്യസ് മൈൻഡ്. ഇങ്ങനെയൊരു റിലമുണ്ട്. ഇവിടെ നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എല്ലാം എപ്പോഴും ഓർമ്മയിൽ വരികയില്ല. മെന്റലി അവേക്ക് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒന്നും ഓർമ്മയിൽ ഇപ്പോൾ വരേണ്ട കാര്യമില്ല. ആവശ്യമുള്ള ചില സന്ദർഭങ്ങളിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ളത് നിങ്ങളുടെ ഓർമ്മയിൽ പെട്ടെന്ന് കോൺഷ്യസ് അവസ്ഥയിലേക്ക് വരും. ഒരാളിനെ കാണുന്നുണ്ടേ പെട്ടെന്ന്, തോമസ്, ആ പേര് എവിടെയായിരുന്നു? ആ പേര് സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിരുന്നു. ആ പേര് നിങ്ങൾക്കറിയാം. പൊടുന്നനെ ആ വ്യക്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആ ആവശ്യം വന്നപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ളത് പുറത്തു വരുവാനിടയായി.
ബഹിഷ്കരിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. ഈ നിക്ഷേപ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് അൺകോൺഷ്യസ് മൈൻഡ്, അബോധ മനസ്സ്. അനേകരെ അവരുടെ വ്യക്തിത്വത്തെ പീഡിപ്പിക്കുന്ന ഒരു മണ്ഡലം ഈ അൺകോൺഷ്യസ് മൈൻഡ്, അബോധ മനസ്സാണ്. സബ് കോൺഷ്യസ് മൈൻഡിൽ വരുന്നതും നമ്മുടെ ഓർമ്മയിൽ നാം സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കാത്തതും, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരിക്കലും വരുവാൻ ആഗ്രഹിക്കാത്തവ നാം മനഃപൂർവ്വം, അത് നമ്മുടെ മനസ്സിന്റെ ഒരു രക്ഷപ്പെടലാണ്, മനസ്സിന്റെ രക്ഷപ്പെടുവാനുള്ള ഒരു സമീപനമാണ്. ആ സംഭവം നമ്മുടെ ഓർമ്മയിലേക്ക് വന്നാൽ അതുമൂലം ഉണ്ടാകുന്ന ഒരു വേദന കഠിനമാകുന്ന വേദനയാകുന്നതിനാൽ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ചിലപ്പോൾ ഇത് ഞെരുങ്ങി അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകും, അബോധ മനസ്സിലേക്ക് പോകും. അബോധ മനസ്സിൽ പലതും ഒളിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങളുടെയൊക്കെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ പലതും ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ അബോധ മനസ്സിൽ പോയി കഴിഞ്ഞാൽ സാധാരണ നിലയിൽ അബോധ മനസ്സിലുള്ളത് നമ്മുടെ ഓർമ്മയിൽ വരില്ല. ചിലപ്പോൾ രാത്രിയിൽ സ്വപ്നത്തിലോ മറ്റു ചില സന്ദർഭങ്ങളിൽ ട്രാൻസിൽ പോകുമ്പോഴോ ഒക്കെ ചിലപ്പോൾ അബോധ മനസ്സിലുള്ളത് ഓർമ്മയിൽ വരുവാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായും അബോധ മനസ്സിലുള്ളത് ഓർമ്മയിൽ വരില്ല. ഒരു സൈക്കാട്രിക് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ രീതി പറയുകയാണെങ്കിൽ അത് നെർവസ് സിസ്റ്റത്തെ തന്നെ സ്വാധീനിച്ചിരിക്കുകയാണ്. അബോധ തലങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടത് പലതും നമ്മുടെ നെർവസ് സിസ്റ്റത്തെ തന്നെ സ്വാധീനിച്ചിരിക്കുന്നതിനാൽ അത് നമ്മുടെ ബിഹേവിയറിനെ സ്വാധീനിക്കും. നിങ്ങളിൽ തന്നെ ചിലർ പറയുന്നു, എന്താ ഞാൻ ഇങ്ങനെ ഇടപെടുന്നത്? നിങ്ങൾക്കറിയില്ല, സബ് കോൺഷ്യസ് മൈൻഡിൽ ഓർമ്മ വരുന്ന ഇടത്തൊന്നും അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കില്ല. എന്നാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ അബോധ തലങ്ങളിൽ, അൺകോൺഷ്യസ് മൈൻഡിൽ ചിലതൊക്കെ കിടപ്പുണ്ട്. അതിനെ കണ്ടെത്തുവാൻ നമുക്കാർക്കും കഴിയുകയില്ല. ഒരു സൈക്കാട്രിസ്റ്റിനും കഴിയുകയില്ല, ഒരു എക്സ്റേക്കും കഴിയുകയില്ല, ഒരു സ്കാനിങ്ങിനും കഴിയുകയില്ല. കഴിയുന്ന ഒരു കണ്ണുകളുണ്ട്, 2 കണ്ണുകൾ. അവിടേക്ക് യേശുവിന്റെ കണ്ണുകൾ നിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ ഈവൻ അവിടെ ഉള്ളതിനെയും പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന അത്രമാത്രം ശക്തിയുള്ള കണ്ണുകളാണ് യേശുവിന്റെ കണ്ണുകൾ. നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ആ നിമിഷം മുതൽ തന്നെ നമ്മുടെ മനസ്സ് രൂപപ്പെട്ടിരിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ തന്നെ നാം ട്രൈക്കോട്ടമിയാണ്, 3 ഘടകങ്ങളും അപ്പോൾ തന്നെ ഉണ്ട്, സ്പിരിറ്റ്, മൈൻഡ് ആൻഡ് ബോഡി. അതിനുള്ള തെളിവെന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യമാണ്. അമ്മയുടെ ഉദരത്തിൽ സ്നാപക യോഹന്നാൻ കിടക്കുമ്പോൾ, സ്നാപക യോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ കിടന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയുണ്ടായി. ഒരു ട്രൈക്കോട്ടമി, 3 ഘടകങ്ങളും ഉള്ള ഒരു വ്യക്തി മാത്രമേ പരിശുദ്ധാത്മാവിനാൽ നിറയത്തുള്ളൂ. ആമേൻ. ഓർക്കുക, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആത്മാവിന് ജീവൻ ലഭിച്ചിരിക്കുന്നു. മനസ്സ് സജീവമാകുന്നതിനാൽ മനസ്സിനെയും നിറയ്ക്കുന്നു, ശരീരത്തെയും നിറയ്ക്കുന്നു. 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. സ്നാപക യോഹന്നാനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. 1-ാം അധ്യായം 41-ാമത്തെ വാക്യം, മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. ആ വന്ദനം കേട്ടപ്പോൾ തന്നെ അകത്ത് സ്നാപക യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ നിറയുവാനിടയായി. നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ഉരുവായപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് സജീവമാകുന്നു. എന്നാൽ അപ്പോൾ നിങ്ങൾക്ക് കോൺഷ്യസ് മൈൻഡോ സബ് കോൺഷ്യസ് മൈൻഡോ നിങ്ങളുടെ സജീവമല്ല. പിന്നെ ഏത് മണ്ഡലം മാത്രമേ സജീവമായിട്ടുള്ളൂ? അൺകോൺഷ്യസ് വിലം മാത്രമാണ്. അമ്മ നിന്നെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുമ്പോൾ ശാപവാക്കുകൾ പറയുന്നു. ഈ ഉദരത്തിൽ കിടന്ന് അങ്ങ് ചത്താ മതിയായിരുന്നു, ഇയാടെ കള്ളുകൂടി തീരുന്നുമില്ല, ഇതങ്ങ് ചത്താ മതിയായിരുന്നു. കള്ളു കുടിച്ചിട്ട് നിന്റെ അപ്പൻ വന്നിട്ട് പറയും, കൊല്ലുവടി, നിന്നെയും കൊല്ലും, നിന്റെ ഉള്ളി വളരുന്ന കൊച്ചിനെയും കൊല്ലും ഞാൻ. ഇതെല്ലാം ആർക്ക് റിസീവ് ചെയ്യുവാൻ കഴിയും? ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന് ഇതെല്ലാം റിസീവ് ചെയ്യുവാൻ കഴിയും. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, ആമേൻ, വിവാഹം കഴിക്കാത്തവർ കുഞ്ഞുങ്ങൾക്കും വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ പ്രതീക്ഷിക്കുന്നവരുമുണ്ടെങ്കിൽ ഉദരത്തിലൊരു കുഞ്ഞുരുവാകുന്ന നിമിഷം മുതൽ തന്നെ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. ഇടയ്ക്കിടയ്ക്ക് അപ്പനും അമ്മയും കുഞ്ഞിനെ നോക്കിയിട്ട് അകത്തോട്ട് നോക്കിയിട്ട് പറയണം, കുഞ്ഞെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അകത്ത് കിടക്കുന്ന കുഞ്ഞിനത് സ്വീകരിക്കുവാൻ കഴിയണം. ഉദരത്തിൽ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് നടക്കുമ്പോൾ തന്നെ എൻവയോൺമെന്റ് അനുകൂലമാകുന്ന സ്നേഹപൂരിതമാകുന്ന ഒരു എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ വ്യക്തിത്വം, ആമേൻ, അകത്തു വളരുന്ന കുഞ്ഞിന്റെ വ്യക്തിത്വം ക്രിസ്തുവിൽ സ്വതന്ത്രമായിരിക്കും. ഇവിടെ ഇരിക്കുന്ന അനേകർ, വ്യക്തിപരമായ എൻ്റെ അനുഭവം ഉൾപ്പെടെ അനേകമാകുന്ന തകർച്ചകളിലൂടെ കടന്നു പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമ്മയുടെ ഉദരം മുതൽ തന്നെ നിങ്ങൾ ഒരർത്ഥത്തിൽ മുറിവുകൾ ഏൽക്കുവാൻ തുടങ്ങി.
ജനിച്ച് വീണതിന് ശേഷമല്ല നിങ്ങളുടെ മുറിവുകൾ ആരംഭിച്ചത്. വീട്ടിൽ അപ്പനും അമ്മയും അവർ രക്ഷിക്കപ്പെട്ടവരായിരുന്നില്ല. അവർ തമ്മിലുള്ള വഴക്ക്, ശാപങ്ങൾ, അവിടം മുതൽ നിങ്ങളുടെ ആ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ അകത്ത് മുറിവുകൾ വന്നു പതിക്കുവാൻ തുടങ്ങി. ആമേൻ. അത് അൺകോൺഷ്യസ് മൈൻഡിൽ ഡിപ്പോസിറ്റഡ് ആണ്, അകത്ത് കിടക്കുകയാണ്. ഇനിയിപ്പോ അതിനെ എങ്ങനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും? എങ്ങനെ അതിൽ നിന്ന് നമുക്ക് വിമോചനം പ്രാപിക്കുവാൻ കഴിയും? അതിനുള്ള വലിയ സാധ്യതയാണ് ഈ ശുശ്രൂഷയിലൂടെ യേശുവിനാൽ നമുക്ക് ലഭ്യമാകുന്നത്. വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ആരാധനയുടെ മധ്യയായിരിക്കും ഈ അടിത്തട്ടിൽ ഒളിഞ്ഞു കിടക്കുന്നതിനെ ദർശനത്തിൽ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും. ഒരിക്കൽ ഞാൻ പത്തനംതിട്ടയിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരാധന അവസാന സമയം ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുകയാണ്. ആരാധിക്കുമ്പോൾ ഒരു പെൺകുട്ടി അലറി വിളിച്ചുകൊണ്ട് മുന്നോട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, ആമീൻ, ഒരു കൊച്ചു കുഞ്ഞിനെ അപ്പനും അമ്മയും പിടിച്ചു വലിക്കുന്നത് കാണുവാൻ കഴിയുന്നു, എന്നെ പോലിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ അമ്മയോടെ ഉണ്ടായിരുന്നു. അമ്മയോട് ചോദിച്ചപ്പോൾ മനസ്സിലായി, കുവൈറ്റ് എയർപോർട്ടിൽ ആ അപ്പനും അമ്മയും കുഞ്ഞിന് വേണ്ടിയുള്ള പിടിവലിയാണ്. അമ്മ പറയുന്നു, ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോകും. അപ്പം പറയുന്നു, ഞാൻ കൊണ്ടുപോകും. 2-3 വയസ്സുള്ള കുഞ്ഞിന് വേണ്ടിയുള്ള പിടിവലിയാണ്. അത് അവൾ അറിഞ്ഞില്ല, അവൾ ഓർത്തില്ല. അവളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടന്നിരുന്നു. ആ ആരാധനയുടെ നടുവിൽ വെളിപ്പെട്ട് വരുവാനിടയായി. ഒരിക്കൽ ഒരു പെൺകുട്ടി, അവൾക്ക് ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ചെരുപ്പ് അലർജിയാണ്, ചെരുപ്പിടാനൊക്കത്തില്ല, വളർച്ച ആ പ്രായം ചെരുപ്പിടാൻ ഒക്കുകയില്ല. ആ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഒരു ദൈവദാസനൊരു ദർശനം കാണുകയാണ്. ഒരു മനുഷ്യൻ ഇവളെ ചെരുപ്പ് കൊണ്ട്, ഒരു കൊച്ചു കുഞ്ഞിനെ ചെരുപ്പ് കൊണ്ട് അടിക്കുന്നു. പെട്ടെന്ന് ആ രൂപമൊക്കെ ഈ കുഞ്ഞിനോട് പറഞ്ഞു, ഇതുപോലൊരു മനുഷ്യൻ നിന്നെ ചെരുപ്പ് കൊണ്ട് അടിക്കുന്നത് ഞാനിപ്പോൾ ദർശനത്തിൽ കാണുന്നു. പെട്ടെന്ന് അവൾ പറഞ്ഞു, എൻ്റെ അപ്പനാ. നിങ്ങൾക്കറിയാമോ, 2-3 വയസ്സുള്ളപ്പോൾ അയാൾ കള്ളു കുടിച്ചിട്ട് വന്നതിന് ശേഷമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായപ്പോൾ ചെരുപ്പെടുത്ത് കുഞ്ഞിനെ അടിച്ചു. അത് അവളുടെ കോൺഷ്യസ് മൈൻഡിലോ സബ് കോൺഷ്യസ് മൈൻഡിലോ അല്ല നിക്ഷേപിക്കപ്പെട്ടത്, നേരെ അൺകോൺഷ്യസ് മൈൻഡിൽ പോയി. ഓർമ്മയിൽ വരുവാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അൺകോൺഷ്യസ് മൈൻഡിൽ പോകും. അപ്പൻ എന്നെ ചെരുപ്പ് കൊണ്ട് അടിച്ചു, അത് ഓർമ്മയിൽ വരുവാൻ ആ കുഞ്ഞ് ആഗ്രഹിക്കുന്നില്ല. വളർച്ച പ്രാപിച്ചു 18 വയസ്സായിട്ടും അതിന്റെ ഒരു റിയാക്ഷൻ ശരീരത്തിൽ വെളിപ്പെടുകയാണ്. ചെരുപ്പിട്ടാൽ അലർജി. വിനയപുരസരം പറയട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന പല ശാരീരിക രോഗങ്ങളും ശരീരത്തിൽ നിന്നല്ല ആരംഭിക്കുന്നത്. ശാരീരിക രോഗങ്ങൾ പലതും മനസ്സിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആമീൻ. കൊടിഞ്ഞി തലവേദന, മൈഗ്രെയിൻ തലവേദന ശരീരത്തിലല്ല ആരംഭിക്കുന്നത്, അത് മനസ്സിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പല അലർജികളും അത് ശരീരത്തിൽ നിന്നല്ല ആരംഭിക്കുന്നത്, മനസ്സിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഗ്യാസ്ട്രിക് അൾസർ അത് ശരീരത്തിൽ നിന്നല്ല ആരംഭിക്കുന്നത്, മനസ്സിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ മനസ്സിന്റെ മണ്ഡലത്തിൽ ഒരു സ്വാതന്ത്ര്യം വെളിപ്പെടുകയാണെങ്കിൽ ആരും പ്രാർത്ഥിക്കാതെ തന്നെ പല രോഗങ്ങളും ഇതിന്റെ നടുവിൽ അപ്രത്യക്ഷമാകുവാൻ ഇടവരും. യേശുവിന്റെ അത്ഭുതകരം നിങ്ങളുടെ മേൽ വരും. ആ രോഗം പിന്നെ അവിടെ കാണുകയില്ല. കരമടിച്ച ചില നിമിഷങ്ങൾ ദൈവത്തെ ഒന്ന് ശ്രദ്ധിക്കുമോ? നമ്മുടെ ജീവിതത്തിൽ മുറിപ്പെടുത്തുന്ന ഒരു സംഭവം വരുമ്പോൾ തന്നെ അതിനെ താഴോട്ട് വിടരുത്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വിടരുത്. അപ്പോൾ തന്നെ ബഹിഷ്കരിക്കുവാൻ തുടങ്ങണം. ആ ബഹിഷ്കരിക്കുവാൻ എങ്ങനെ കഴിയുമെന്ന് ഞാൻ പരാമർശിക്കുന്നതായിരിക്കും. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, അയാൾ നിന്നോട് കോപിക്കുന്നു, ചില്ലറയില്ലേ, ഇറങ്ങിയിരിക്കുക. നിശ്ചയമായിട്ടും അത് നമ്മുടെ അകത്തോട്ട് പോകും. 2 വർഷം കഴിഞ്ഞാലും നമ്മൾ ഓർക്കും, അവൻ എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ. അത് നാം ബഹിഷ്കരിക്കാത്തത് കൊണ്ട് അകത്തു പോയിരിക്കുകയാണ്, അത്രയും സ്ഥലം ഓക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. അതിനാൽ ആ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ ബഹിഷ്കരിക്കുവാൻ പഠിക്കണം. ആ ബഹിഷ്കരിക്കുവാൻ പഠിക്കുന്ന കാര്യം, അത് ഇമോഷൻസ് എന്ന ഭാഗം ഞാൻ പരാമർശിക്കുമ്പോൾ ഞാനത് വിശദീകരിക്കുന്നതായിരിക്കും. ഓരോ ആവശ്യമില്ലാത്തതും ആ ഉള്ളിലേക്ക് വരുമ്പോൾ മനഃപൂർവ്വം ബഹിഷ്കരിക്കുവാൻ പഠിക്കണം. യേശുവിന്റെ നാമത്തിൽ അപ്പോൾ അങ്ങ് പ്രാർത്ഥിച്ചാലും മതി. ചിലപ്പോൾ ഞെട്ടുന്ന സന്ദർഭത്തിൽ, പെട്ടെന്ന് യാത്രയിൽ ഒരു വാഹനം വരുന്നു, പെട്ടെന്ന് ബ്രേക്ക് ഔട്ടുന്നു, ഒരു ഷോക്ക് പോലെ ഉണ്ടാകും. ആ സമയങ്ങളിലൊക്കെ ഈ മൈൻഡിന്റെ മണ്ഡലം തുറക്കപ്പെടുന്ന സമയമാണ്. ചിലതൊക്കെ ഭയം ചിലപ്പോൾ അകത്തോട്ട് പ്രവേശിക്കും. അപ്പോൾ തന്നെ കൃപയുള്ളവർ ബഹിഷ്കരിക്കണം. ആ ഞെട്ടിയ സമയം മനസ്സിലാക്കി ഉടൻ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തിന്മ എന്തെങ്കിലും ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ പുറത്താക്കുന്നു. ഭയത്തെ ഞാൻ പുറത്താക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ പുറത്താക്കുന്നു. ആ നിലയിൽ നിന്റെ മനസ്സിനെ സൂക്ഷിക്കാമെങ്കിൽ നിലനിൽക്കുന്ന ഒരു വിജയം നിനക്ക് പ്രാപിക്കുവാൻ കഴിയും. അധികം ഇടയ്ക്കിടയ്ക്ക് 21-40 ഉപവസിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപവസിക്കേണ്ടതായിട്ട് വരുന്നത് പലതും അകത്ത് പോകുന്നത് കൊണ്ടാണ്. അതിനെ ഒന്ന് പുറത്ത് കളയുവാൻ വേണ്ടിയാണ്, ദൈവസന്നിധിയിൽ ശക്തി ആർജിക്കുവാനാണ് ഉപവസിക്കേണ്ടതായിട്ട് വരുന്നത്. ഓരോ നിമിഷവും സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുകയാണെങ്കിൽ ഈ അളവിൽ നിങ്ങൾക്ക് വർദ്ധിക്കുവാനും കഴിയും, മറ്റുള്ളവരെ സഹായിക്കുവാനും കഴിയും. ഇനി മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഞാൻ ആ മനസ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്റലക്ട് ഉണ്ട്, മോട്ടിവേഷൻസ് ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതെല്ലാം വിശദീകരിക്കുവാൻ സമയമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മളുടെ ദിനം തോറുമുള്ള ജീവിതത്തെ സ്വാധീനിക്കുന്ന 3 മണ്ഡലങ്ങൾ. ഒന്ന്, ഇമോഷൻസ്, വികാരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. ഇന്റലക്ട്, ക്രിയേറ്റിവിറ്റി, മോട്ടിവേഷൻ, സബ് കോൺഷ്യസിനെ കുറിച്ച് കേട്ടല്ലോ. പേഴ്സണാലിറ്റി, ഇമോഷൻസ്, വില്ല്.
ഇതിലേറ്റവും മെമ്മറീസ്, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് ഇമോഷൻസ്. ഈ ഇമോഷൻസ് 3 കാര്യങ്ങളുണ്ട്. ഇമോഷൻസ്, ഇമാജിനേഷൻസ്, ഒന്ന് മായ്ച്ചിട്ടിരുന്നു. ഇമോഷൻസ്, ഇമാജിനേഷൻസ് ആൻഡ് മെമ്മറീസ്. മായ്ച്ചിട്ട് എഴുതി. ഇമോഷൻസ് ആൻഡ് ഇമാജിനേഷൻസ് ആൻഡ് മെമ്മറീസ്. എല്ലാവർക്കും വികാരങ്ങളുണ്ട്. നാം ജനിച്ചു വീണ ഈ ഭൂമിയിൽ ജനിച്ചു വീണ എല്ലാ മനുഷ്യർക്കും വികാരങ്ങളുണ്ട്. നല്ല വികാരങ്ങളുമുണ്ട്, തിന്മ നിറഞ്ഞ വികാരങ്ങളുമുണ്ട്. സ്നേഹം ഒരു നല്ല വികാരമാണ്, കോപം ഒരു തിന്മ നിറഞ്ഞ വികാരമാകുന്നു. സന്തോഷം ഒരു നല്ല വികാരമാണ്, ക്രോധമോ അല്ലെങ്കിൽ നിരാശയോ അത് തിന്മ നിറഞ്ഞ ഒരു വികാരമാണ്. നിങ്ങൾക്കറിയാമോ, ഈ തിന്മ നിറഞ്ഞ വികാരങ്ങൾ അതാണ് ഏറ്റവും അധികം വ്യക്തികൾക്ക് ഒരു പീഡനമായി തുടരുന്നത്. അവരുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ കോപത്തിൽ നിന്ന് അവർക്ക് ജയമില്ല. ഈ കോപത്തെക്കുറിച്ച് തന്നെ ഈ കഴിഞ്ഞ ദിവസം ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ഈ പത്രത്തിൽ വന്ന ചില കട്ടിങ്സ് ഒക്കെ ഇത് പ്രൂവ് ചെയ്യുവാൻ വേണ്ടി വായിക്കുന്നതായിരിക്കും. പ്രമോദ് മഹാജനെ കൊന്ന സംഭവം നിങ്ങൾ പത്രത്തിൽ വായിച്ചല്ലോ. ഇന്ത്യ മുഴുവൻ ഞെട്ടിയൊരു സംഭവമാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരനാകുന്ന പ്രവീൺ വന്നിട്ട് പ്രമോദിനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ആ ഭാര്യ, പ്രമോദിന്റെ ഭാര്യ, പ്രമോദ് മഹാജന്റെ ഭാര്യ ഒരു ഇന്റർവ്യൂവിൽ പത്രക്കാരോട് പറഞ്ഞു, ഇവർ 3 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. All 3 brothers, Pramod, Praveen, Prakash, are headstrong and can get angry in no time. പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരാണ് ഈ 3 പേരും. പ്രമോദും അങ്ങനെയാണ്, പ്രവീൺ, കൊന്ന പ്രവീണും അങ്ങനെയാണ്, പ്രകാശ് ഇളയവനുണ്ട്, അവനും അങ്ങനെയാണ്. പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവമാണ്. Are headstrong and can get angry in no time and react harshly. ഒറ്റ നിമിഷം കൊണ്ടല്ലേ വന്ന് തോക്കെടുത്ത് വെടിവെച്ച് കൊന്നത്. ഇന്ത്യയുടെ ഒരു ഭാവി പ്രധാനമന്ത്രി ഒരു നിമിഷം കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. Mrs. Mahajan told PTI in an interview at her Thane residence, they cool down equally fast. ഇങ്ങനെ അങ്ങ് ചൂടാകുമെങ്കിലും പെട്ടെന്ന് അങ്ങ് തണുക്കും. സ്നേഹമുള്ളവരാണ്. ഈ ഭാര്യ, കൊല്ലപ്പെട്ട ആ മനുഷ്യന്റെ ഭാര്യ പറയുകയാണ്, പ്രവീൺ വളരെ സ്നേഹമുള്ള, താഴെ ഈ റിപ്പോർട്ട് പൂർത്തീകരിക്കുന്നുണ്ട്, പ്രവീൺ വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. പ്രമോദിനെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ, പ്രമോദിനെ എതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പ്രവീണിന് സഹിക്കുകയില്ല. അത്ര സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് പ്രവീൺ. പക്ഷേ പെട്ടെന്ന് ദേഷ്യപ്പെടും. പെട്ടെന്ന് ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ എന്തും പെട്ടെന്ന് ചെയ്തു കളയും. മാത്രമല്ല, ഇതുപോലെ പെട്ടെന്ന് കൂൾ ഡൗൺ ആകും. They cool down equally fast, but by that time the damage is done. ഈ തണുത്തിട്ട് കാര്യമില്ല. ഈ ചൂടായതിന്റെ ഇടയിൽ പെട്ടെന്ന് അവർ തണുക്കും. പക്ഷെ ഈ തണുക്കുന്നതിനും ഈ ചൂടാകുന്നതിന്റെ ഇടയിൽ നാശം സംഭവിച്ചിരിക്കും. പല വീടുകളിലും അതല്ലേ, ഭർത്താക്കന്മാർ പെട്ടെന്ന് കോപിക്കുന്നവരാ. ആ കോപിച്ച് പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. പക്ഷെ അതിന്റെ ഇടയിൽ പാത്രമെല്ലാം പൊട്ടി, അവിടെ ഇരുന്ന അലമാരി അടിച്ച് പൊളിച്ചു, TV ഉണ്ടായിരുന്നതിൽ അടിച്ച് പൊളിച്ചു. പിന്നെ ഇരുന്ന് സങ്കടപ്പെടും, അയ്യോ ഞാൻ അങ്ങനെ കോപിച്ചല്ലോ. ഭാര്യമാരെ മർദ്ദിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, അടിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, നല്ല സ്നേഹമുള്ളവരാ. പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ സഹിക്കുവാൻ കഴിയത്തില്ല, ഭാര്യമാരെ അടിക്കും. ഈ കൂൾ ഡൗൺ ചെയ്യുന്നതിന് മുന്നമേ സംഭവിക്കേണ്ടത് സംഭവിച്ചിരിക്കും. വ്യക്തിപരമായി നിങ്ങൾക്ക് തിന്മ നിറഞ്ഞ ഇമോഷൻസിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കുവാൻ കഴിയുമെങ്കിൽ, വിശേഷിച്ചും ഇങ്ങനെയുള്ള കോപം, തീവ്രമായിട്ടുണ്ടാകുന്ന ഹാർഷ്നെസ് വിടുവിക്കുവാൻ, ഇമോഷൻസിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ശക്തിയുള്ളവനാകുന്നു. കോപത്തിൽ നിന്നൊക്കെ വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ഫ്രീ ആയി, എത്ര സ്വസ്ഥതയോടുകൂടെ നമുക്ക് ജീവിക്കാം. ഇറിറ്റേഷൻസിൽ നിന്ന് വിടുതൽ ലഭിച്ചു കഴിഞ്ഞാൽ എത്ര സ്വാതന്ത്ര്യത്തോടുകൂടെ നമുക്ക് ജീവിക്കുവാൻ കഴിയും. ഈ ഇമോഷൻസിൽ, നന്മ നിറഞ്ഞ ഇമോഷൻസ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സാഹചര്യങ്ങളെ മനസ്സിലാക്കി ഇതാണ് ബഹിഷ്കരിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത്. മനോഭാവം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആറ്റിറ്റ്യൂഡ്. അടുത്തിരിക്കുന്ന ആൾ കരം കൊടുത്ത് പറ, മനോഭാവം. മനോഭാവം, ആറ്റിറ്റ്യൂഡ്, ഒരു കാര്യത്തോടുള്ള മനോഭാവം. ഇവിടെ ഉണ്ടാകുന്ന ഒരു സംഭവം, ഈ സംഭവത്തോട് ഇവിടെ 10 പേരുണ്ടെങ്കിൽ അവരുടെ 10 പേരുടെയും മനോഭാവം 10 തരത്തിലായിരിക്കും. പൊടുന്നനവേ ഇവിടെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും, ഒരു ഗ്ലാസ് പൊട്ടുകയാണെങ്കിൽ 10 പേരുടെയും മനോഭാവം വ്യത്യസ്തമായിരിക്കും. ഈ മനോഭാവങ്ങളെ ദൈവവചനപ്രകാരമാക്കുകയാണെങ്കിൽ 100% ജയാളിയായിട്ട് നിനക്ക് ജീവിക്കുവാൻ കഴിയും. അങ്ങനെ നിനക്ക് സംഭവങ്ങളെ ബഹിഷ്കരിക്കുവാൻ കഴിയും. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഇമോഷണൽ റെസ്പോൺസ് എങ്ങനെ നമുക്ക് ബഹിഷ്കരിക്കുവാൻ കഴിയുമെന്നുള്ളത് ഓർത്തുകൊള്ളുക. ഇത് വ്യക്തിപരമാകുന്ന 1-2 അനുഭവങ്ങളാണ്. ഒരിക്കൽ ഞാൻ മല്ലപ്പള്ളിയിലൂടെ വാഹനം ഓടിച്ച് പോകുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു 1 വേ ഉണ്ട്. അന്ന് ഞായറാഴ്ച ആയിരുന്നതിനാൽ കോട്ടയത്ത് എനിക്ക് വേഗത്തിൽ എത്തിച്ചേരണമായിരുന്നു. ഞാൻ ആ 1 വേ എടുത്തില്ല, നേരെ തന്നെ പോയി. അപ്പോൾ ഒരു പ്രൈവറ്റ് ബസ് വന്നു നിന്നു. പെട്ടെന്ന് അയാൾ ബ്രേക്ക് ചവിട്ടി നിർത്തിയതിനു ശേഷം ആ പ്രൈവറ്റ് ബസ് ഡ്രൈവർ എന്നെ പരുഷമായിട്ട് അതും ഇതും പറയുകയാണ്. ആ സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിലും ആ മറുപടി പറയണമെന്നുള്ളൊരു എന്തോ ഒരു ശക്തി ഇങ്ങനെ ഉയർന്നു വരികയാണ്. പെട്ടെന്നൊരു പോലീസുകാരൻ ഓടി വന്നു. അയാളിനോട് പറഞ്ഞു നേരെ തിരിച്ച് 1 വേയിലൂടെ പോവുക. അയാളും കുറെ നേരം എന്നോട് അതും ഇതും പറയുകയുണ്ടായി.
ഈ സംഭവം കഴിഞ്ഞു. ഞാൻ യോഗം കഴിഞ്ഞു. ഏതാണ്ട് ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ മല്ലപ്പള്ളിയിലൂടെ പോകുകയാണ്. ആ വൺ വേ എടുക്കുകയാണ്. വൺ വേ എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയാണ്, എന്തിനാ ഇവർ ഈ വൺ വേ ഇവിടെ വെച്ചിരിക്കുന്നത്? 100 മീറ്റർ മാത്രമുള്ളൊരു വൺ വേ. ഗവൺമെന്റിന് ഒരു വിവേകവുമില്ലല്ലോ. പൊടുന്നനവേ ഞാൻ ഓർത്തു, ഞാൻ എന്തുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയത്? ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയതിന്റെ കാരണം എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അന്ന് എനിക്കുണ്ടായ ആ മുറിവ്, അവരുടെ മുൻപിൽ ഞാൻ ഹ്യൂമിലിയേറ്റഡ് ആയി, നാണം കെട്ടു. അതിന്റെ ഒരു പ്രതികരണം വേറൊരു നിലയിൽ മനസ്സെടുക്കുന്ന ഒരടവാ ഇവിടിപ്പോൾ ആരെ കുറ്റം പറയുന്നു? വൺ വേയെ കുറ്റം പറയുന്നു, ഗവൺമെന്റിനെ കുറ്റം പറയുന്നു. പൊടുന്നനവേ ആത്മാവിൽ എനിക്ക് ബോധ്യമായി, വൺ വേ അല്ല കുറ്റക്കാരൻ, ഗവൺമെന്റ് അല്ല കുറ്റക്കാരൻ, ഞാൻ തന്നെയാണ്. അന്നുണ്ടായ ആ ഇമോഷണൽ റെസ്പോൺസ് ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതിവിടെ സംഭവിക്കുന്നത്. ഇത് വേണേ 10 വർഷം തുടരുവാൻ ഇടവരും. ഞാൻ അപ്പോൾ തന്നെ പ്രാർത്ഥിക്കുകയുണ്ടായി. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ സംഭവത്തെ ബഹിഷ്കരിച്ചു. യേശുവിന്റെ രക്തത്താൽ എൻ്റെ മനസ്സിനെ കഴുകി ആ ശൂന്യതകളിലേക്ക് യേശുവിന്റെ സ്നേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ആ മല്ലപ്പള്ളിയിലൂടെ പോകുമ്പോൾ എനിക്ക് ആ സംഭവം ഓർമ്മ വരുമ്പോൾ ഞാൻ പഠിച്ച ഒരു പുതിയ പാഠത്തെക്കുറിച്ചാണ് എൻ്റെ ഹൃദയത്തിൽ വരുന്നത്. എനിക്ക് സന്തോഷമാണ്. ആ സംഭവം ഉണ്ടായത് നല്ലതായല്ലോ, അതുകൊണ്ട് ഇപ്പോൾ പറയാനൊരു ഉദാഹരണമായല്ലോ. അങ്ങനെ ഒരു പ്രതികരണമാണ്. ഈ ഒരു സൗഖ്യം അവിടെ നടന്നില്ലെങ്കിൽ ഇന്നും ഞാൻ മല്ലപ്പള്ളിയിലൂടെ പോകുമ്പോൾ പറയും, ഗവൺമെന്റിന് പണിയൊന്നുമില്ല, വൺ വേ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ആ പ്രതികരണം ഒരർത്ഥത്തിൽ സെക്കൻഡറി ഇമോഷൻസ് ആണ്. ഇമോഷൻസ് തന്നെ പ്രൈമറി ഇമോഷൻസ് ഉണ്ട്. ഒരേ കാര്യത്തോട് തന്നെ വീണ്ടും വരുന്ന ഇമോഷൻസ് എന്ന് വേണമെങ്കിൽ സെക്കൻഡറി ഇമോഷൻസ് എന്ന് പറയാം. എല്ലാ പ്രൈമറി ഇമോഷൻസിനും നിന്റെ പ്രീവിയസ് ലൈഫ് ഹിസ്റ്ററിയിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. നീ പണ്ടാരായിരുന്നു? നിന്റെ അമ്മയുടെ ഉദരം മുതൽ നീ ആരായിരുന്നു? പ്രീവിയസ് ലൈഫ് ഹിസ്റ്ററി. ആ പ്രീവിയസ് ലൈഫ് ഹിസ്റ്ററിയിൽ നിന്നാണ് ഒരു പ്രൈമറി ഇമോഷൻ വെളിപ്പെടുന്നത്. പ്രൈമറി ഇമോഷൻ വെളിപ്പെടുന്നു, അതിനുശേഷം ഒരു സെക്കൻഡറി ഇമോഷൻ അതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുമ്പോൾ നിന്റെ മെന്റൽ ഇവാലുവേഷൻ ഉണ്ട്. നീ അതിനെ വിലയിരുത്തിയിട്ട് അപ്പോഴുണ്ടാകുന്ന സംഭവം, അവിടെയാണ് സെക്കൻഡറി ഇമോഷൻ വെളിപ്പെടുന്നത്. ഓർത്തുകൊള്ളണം, തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു വഴക്കുണ്ടായി. തോമസ് നിങ്ങളെ മുറിപ്പെടുത്തി. പിന്നീട് നിങ്ങളൊരു വീട്ടിൽ, അതൊരു പ്രൈമറി ഇമോഷനാണ്, നിങ്ങൾക്ക് അയാൾ വലിയ കോപം ഉണ്ടായി. അവനെ അടി കൊടുക്കാൻ ഒത്തില്ലല്ലോ, വിശ്വാസിയായിപ്പോയി, ഇല്ലെങ്കിൽ ഒരെണ്ണം കൊടുക്കാമായിരുന്നു. അങ്ങനെ ഒരു ചിന്തയെല്ലാം ഹൃദയത്തിലുണ്ടായി. സംഭവം കഴിഞ്ഞു. 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു മുറിയിൽ മാന്യന്മാരാകുന്ന ചില വ്യക്തികളുമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ പൊടുന്നതിനെ അതിനകത്തൊരു മാന്യനാകുന്ന വ്യക്തി പറഞ്ഞു, ഇന്ന തോമസിനെ അറിയാമോ? എത്ര നല്ല മനുഷ്യനാണ്. അവന്റെ പേര് ഇവിടെ പറയരുത്. അവന്റെ പേര് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുകയില്ല. നിങ്ങൾ ഇറങ്ങിപ്പോകും. അതൊരു സെക്കൻഡറി ഇമോഷനാണ്. തോമസ് എന്നുള്ള പേര് കേട്ടപ്പോൾ തന്നെ 3 വർഷം മുൻപുള്ള സംഭവം അകത്തുണ്ട്. അത് നിങ്ങളിൽ ഒരു പുത്തൻ ഇമോഷണൽ റെസ്പോൺസ് കൊണ്ടുവരികയാണ്. എത്ര വർഷം ഇതുമൂലമുള്ള പീഡനം അനുഭവിക്കുവാൻ കഴിയും? ജീവിതകാലം മുഴുവൻ എന്ന് തോമസിന്റെ പേര് കേട്ടാലും തോമസിന്റെ മുഖം കണ്ടാലും അടി കൊടുക്കാൻ ഒത്തില്ലല്ലോ. അതാ നിന്റെ ഹൃദയത്തിലെ ചിന്ത. വിശ്വാസിയായി പോയി അടി കൊടുക്കാൻ ഒത്തില്ലല്ലോ. ഇത് വേണമെങ്കിൽ മരണക്കുഴി വരെ നിനക്ക് കൊണ്ടു നടക്കാം. നീ സ്വർഗത്തിൽ പോകും. ആത്മാവ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നതിനാൽ മനസ്സിൽ കോപമുണ്ടെങ്കിലും നീ സ്വർഗത്തിൽ പോകും. പക്ഷേ നീ ഇവിടെ അനുഭവിക്കേണ്ടിയിരുന്ന അനുഗ്രഹങ്ങളും, നീ ഇവിടെ അനുഭവിക്കേണ്ടിയിരുന്ന ജീവിതത്തിന്റെ ഗുണമേന്മയും ക്വാളിറ്റിയും, നിനക്ക് വേണ്ടി ദൈവം വെച്ചിരുന്ന ഒരു അഭിഷേകത്തിന്റെ ഉയർച്ചയും നിനക്ക് പ്രാപിക്കുവാൻ കഴിയാതെ പോകും. ആമേൻ. അതിനാൽ ബോധപൂർവം ബഹിഷ്കരിക്കണം. തോമസ് നിന്നെ മുറിപ്പെടുത്തുമ്പോൾ തന്നെ വീട്ടിൽ പോയി ഇവാലുവേഷൻ നടത്തണം. ഇവാലുവേഷൻ നടത്തിയതിനു ശേഷം തോമസ് എന്നെ മുറിപ്പെടുത്തി, സംഭവം തന്നെ ശരി തന്നെ, പക്ഷെ തോമസ് നിരപരാധിയാണ്. അവൻ അറിവില്ലായ്മ കൊണ്ടല്ലേ ചെയ്തത്. അവന് വേണ്ടി ഞാൻ നല്ലതുപോലെ പ്രാർത്ഥിച്ചില്ല, അതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. ഞാൻ അവനെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തോമസിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. എപ്പോഴൊക്കെ വീണ്ടും തോമസിനെ കുറിച്ചുള്ള വേദനിപ്പിക്കുന്ന ഓർമ്മ വരുമോ, കരമുയർത്തി നീ അനുഗ്രഹിക്കാം. ചില നാളുകൾ കഴിയുമ്പോൾ ഞാൻ പറയാം, എപ്പോൾ തോമസിനെ കുറിച്ച് ഓർത്താലും നിന്റെ ഹൃദയത്തിൽ വരുന്ന തോമസ് പാവമാണ്, അവൻ കോപിച്ചവൻ മുറിപ്പെടുത്തി, ശരി തന്നെ. അതുമൂലം നിനക്കോ നിന്റെ മനസ്സിനോ നിന്റെ ശരീരത്തിനോ ഒരു ബന്ധനമുണ്ടാകുകയില്ല. അവൻ മുറിപ്പെടുത്തി, അവൻ കോപമുള്ളവനായിരിക്കാം, അവൻ എങ്ങനെയുള്ളവനായിരിക്കാം, പക്ഷേ അവനെക്കുറിച്ചുള്ള ചിന്ത തിന്മ നിറഞ്ഞ ഒരു ഇമോഷനായി നിന്റെ മനസ്സിൽ നീ സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിന്റെ മനസ്സിന് കേടുവരുത്തും, നിന്റെ ശരീരത്തിന് കേടുവരുത്തും, നിന്റെ ഗുണമേന്മയുള്ള ജീവിതത്തിന് കേടായിത്തീരും. ബഹിഷ്കരിക്കുക ആ സംഭവത്തെ, അപ്പോൾ തന്നെ ബഹിഷ്കരിക്കുക. ഞാനിതിനെ ഒരു തമാശ രൂപേണ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് മനസ്സിന്റെ ഒരു അടവുമല്ല, അതൊരു വിവേകം മാത്രമാണ്. അതിന് നല്ലൊരു ഉദാഹരണം, ഒരിക്കൽ ഞാൻ കാറുമോടിച്ച് എറണാകുളത്തിന് പോകുമ്പോൾ ചേർത്തല കഴിഞ്ഞാൽ 2 ലൈനാണ്, 4 ലൈൻ റോഡാണ്. അതിൽ ഞാൻ പോകുകയാണ്. ഞാൻ ഓടിക്കുന്ന ആ ഭാഗത്ത് ചെറിയ മഴയുണ്ട്.
എൻ്റെ വൈഫിൻ്റെ അനുജത്തിയും അവളുടെ ഹസ്ബൻഡും ഉണ്ട്. അവർ അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുകയാണ്. വാഹനം ഓടിച്ചു പോകുമ്പോൾ പുറകിലൊരു ഫയർ എഞ്ചിൻ വന്നിട്ട് ഹോൺ അടിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അവർ അപ്പുറത്തെ ലൈനിലായിരിക്കും. എന്നിട്ട് ഞാനിങ്ങനെ ശാന്തമായിട്ട് ഓടിച്ചു പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ എൻ്റെ തൊട്ട് പിന്നിൽ നിന്നാണ് ഹോൺ അടിക്കുന്നത്. വേഗത്തിൽ ഞാൻ അടുത്ത ലൈനിലേക്ക് മാറ്റിക്കൊടുത്തപ്പോൾ ആ ഫയർ എഞ്ചിൻ ഓടിച്ചു പോകുന്ന പോലീസുകാരൻ തലയിട്ടിട്ട് എന്നെ അതുവിധം പറയുകയാണ്, ഇത് ഫയർ എഞ്ചിൻ. അയാൾ പറയുന്ന കേൾക്കത്തില്ല. അയാൾ പറയുന്ന ഇതായിരിക്കും, ഫയർ എഞ്ചിൻ അല്ലേടാ, എവിടെ നോക്കിയാടാ വാഹനം ഓടിക്കുന്ന, മാറ്റിത്തരാൻ നോക്കിയാൽ വണ്ടി മുന്നോട്ട് പോകുമ്പോഴും ഇയാൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പൊടുന്നനവ് എൻ്റെ ഹൃദയത്തിൽ വരുന്നത് ഒരു പല്ല് കടിക്കുവാനും മുഷ്ടി ചുരുട്ടുവാനും ഒക്കെയുള്ളൊരു ഇമോഷനാണ് എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് വരുന്നത്. പെട്ടെന്ന് എനിക്ക് മല്ലപ്പള്ളി സംഭവം ഓർമ്മ വന്നു. എനിക്ക് മനസ്സിലായി ഇങ്ങനെ പ്രതികരിച്ചാൽ ഒക്കത്തില്ല. ഞാൻ പെട്ടെന്ന് അവന്റെ മുഖത്ത് നോക്കിയപ്പോൾ, ആ പോലീസുകാരന്റെ മുഖത്ത് നോക്കിയപ്പോൾ ഞങ്ങളുടെ അയൽവക്കത്തുള്ള അന്ത്രയോസിനെ പോലെ തോന്നി. എനിക്ക് പെട്ടെന്ന് ചിരിയാണ് വന്നത്. എടാ, അവന്റെ മുഖം നല്ല പഴുത്ത ആപ്പിൾ പോലെ ഇരിക്കുന്നല്ലോ, അന്ത്രയോസിനെ പോലെ തോന്നല്ലോ. ഇത്രയും കോവിസല്ലേ ഈ സംഭവം കൊണ്ട്. പാവം, ആ സംഭവത്തെ ഒരർത്ഥത്തിൽ ഞാൻ ചിരിച്ചു തള്ളുകയുണ്ടായി. ആ സംഭവത്തെ വേണമെങ്കിൽ എനിക്ക് ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കാമായിരുന്നു. അങ്ങനെ ഉണ്ടായിപ്പോയി. തെറ്റിന്റെ ഭാഗത്താണ്. ആമീൻ. ദൈവം കർത്താവിനോട് ഞാൻ ക്ഷമ ചോദിച്ചു. ആ സംഭവത്തെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ അയാളുടെ കോപത്തെ ഞാൻ എന്താക്കി, ഒരു തമാശയാക്കി, ഒരു ചിരിയാക്കി. ആ സംഭവത്തെ ഞാൻ ചിരിച്ചു തള്ളുകയുണ്ടായി. സത്യസന്ധമായിട്ട് പറയട്ടെ, ഞാൻ എന്ന് ആ സംഭവം ഓർത്താലും, എത്ര ഇടങ്ങളിൽ ഞാനിത് പ്രസംഗിക്കുന്നു, എന്ന് ആ സംഭവം ഓർത്താലും എനിക്കിപ്പോ മുഷ്ടി ചുരുട്ടാനും തോന്നുന്നില്ല, പല്ല് കടിക്കാനും തോന്നുന്നില്ല, എനിക്ക് ചിരിയാ വരുന്നത്. മനസ്സിനെ അങ്ങനെ നിനക്ക് നിന്റെ വികാരങ്ങളെ ബഹിഷ്കരിച്ചുകൊണ്ട് നിനക്ക് സൗഖ്യമാക്കുവാൻ കഴിയും. വിവേകത്തോടുകൂടെ ദിനംതോറും ഉണ്ടാകുന്ന ഇമോഷണൽ റെസ്പോൺസ്, തിന്മ നിറഞ്ഞ ഇമോഷണൽ റെസ്പോൺസ്. കോപിക്കുന്നത് കൊണ്ട് നീ ആർക്കെതിരെ കോപിക്കുന്ന അവനൊരു കേടും വരുന്നില്ല. കോപിക്കുന്നത് കൊണ്ട് നിനക്ക് തന്നെയാണ് കേട് വരുന്നത്. കോപിക്കുന്നതിനാൽ നിന്റെ ബ്ലഡ് വെസൽസിലുള്ള ആ രക്ത ഓട്ടം ക്രമരഹിതമാകുന്നതിനാൽ നിന്റെ നെർവസ് സിസ്റ്റത്തിന് തന്നെയാണ് കേട് വരുന്നത്. മറിച്ച് നീ ചിരിക്കുകയാണെങ്കിൽ, സന്തോഷിക്കുകയാണെങ്കിൽ നിന്റെ നെർവസ് സിസ്റ്റത്തിൽ, രക്തധമനികളിൽ രക്തം വേണ്ടവണ്ണം നല്ലതുപോലെ ഓടുമ്പോൾ നിന്റെ സൗന്ദര്യം വർദ്ധിക്കുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. പ്രായോഗിക ജീവിതത്തിൽ നിങ്ങളിത് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇമോഷൻസ് ആണ്. ആ ഇമോഷൻസിൽ ആറ്റിറ്റ്യൂഡ്, മനോഭാവം ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രതിസന്ധികളും, തിന്മകളെല്ലാം ഉത്ഭവിക്കുന്നത് പിശാചിൽ നിന്നാണ്. എല്ലാ തിന്മകളും, എല്ലാ പ്രതിസന്ധികളും ഒരർത്ഥത്തിൽ പിശാചിൽ നിന്നാണ്. യേശു നന്മയല്ലാതെ വേറെ ഒന്നും ചെയ്യുകയില്ല. അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്ത് പറ, യേശു നന്മയല്ലാതെ ഒന്നും ചെയ്യുകയില്ല. പ്രൈസ് ദി ലോർഡ്. തലവേദന വരുമ്പോൾ ഇതിന് ഇനി ശോധനയാന്ന് പറയരുത്. നെഞ്ചിന് വേദന വരുമ്പോൾ ഞാനൊരു ശോധനയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക, ദൈവം എന്നെ ഒരു പുതിയ പാഠം പഠിപ്പിക്കുക, അങ്ങനെ അബദ്ധം പറയരുത്. ദൈവം ആർക്കും നെഞ്ചുവേദന തന്നല്ല ശോധനയിലൂടെ കടത്തിവിടുന്നത്. തലവേദന തന്നല്ല, ദൈവം നിന്നെ ദൈവവചനത്തിലൂടെയാ ശോധന ചെയ്യുന്നത്. ഒരു തലവേദന നിനക്ക് തരേണ്ട കാര്യമില്ല. ദൈവവചനത്തിലൂടെ നിന്നെ ശോധന ചെയ്ത് ശുദ്ധീകരിക്കുവാൻ ദൈവം പ്രാപ്തിയുള്ളവനാണ്. ആമേൻ. ഒരു പ്രതിസന്ധി വരുന്നുണ്ടെങ്കിൽ പോരാട്ടം, പോരാട്ടം, പോരാട്ടം. അതിന്റെ പിന്നിൽ പിശാച് കാണും. നിന്റെ സമീപനം എന്തായിരിക്കണം? മനോഭാവം മാറ്റിക്കൂ. ഇനി അത് പോരാട്ടം എന്ന് പറയരുത്. ഒരു പ്രതിസന്ധി വന്നപ്പോൾ അതിനെ നോക്കുന്ന ചിരിക്കണം. എനിക്കൊരു വലിയ ഉയർച്ച വരാൻ സമയമായിരിക്കുക, എനിക്കൊരു പുതുവാതിൽ തുറക്കപ്പെടുവാൻ സമയമായി. കരമടിച്ച ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ച്. എല്ലാ പ്രതികൂലത്തിന്റെ നടുവിലും ഒളിഞ്ഞു കിടക്കുന്ന ഒരു നന്മയുണ്ട്. അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്ത് പറ, എല്ലാ പ്രതികൂലത്തിന്റെയും നടുവിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു നന്മയുണ്ട്. ഞാനിങ്ങനെ പറയാറുണ്ട്, എല്ലാ ദുരന്തത്തിലും ഒളിഞ്ഞു കിടക്കുന്ന ഒരു നന്മയുണ്ട്. ഒന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്ന ആൾ കരം കൊടുത്ത്. നിനക്കത് പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ നിന്റെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം ശരിയായാൽ മതി. ഒരു ശൂന്യത വെളിപ്പെട്ട് കഴിഞ്ഞാൽ നീ വിശ്വസിക്കണം, അപ്പുറത്തൊരു വലിയ അനുഗ്രഹം വെളിപ്പെടാൻ പോകുകയാണ്. ഒരു പ്രതികൂലം വന്നു കഴിഞ്ഞാൽ നീ വിശ്വസിക്കണം, അപ്പുറത്തൊരു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനോഭാവം അങ്ങ് മാറും. എല്ലാ സാഹചര്യത്തിലും നാം ഒരു നന്മ കണ്ടെത്തും. എവിടെ എന്തൊക്കെ പ്രതികൂലം ആയിരക്കണക്കിന് ആളുകൾ കണ്ടെത്തിയാലും നമ്മൾ അതിൻ്റെ നടുവിലൊരു നന്മ കണ്ടെത്തും. നമ്മുടെ മനോഭാവം മാറിയിരിക്കുന്നതിനാൽ നാം ആ നന്മ അനുഭവിക്കുകയും ചെയ്യും. മറ്റുള്ളവർ പ്രതികൂലങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നന്മയും അനുഭവിക്കാതിരിക്കുമ്പോൾ നീ സകല പ്രതികൂലങ്ങളുടെയും നടുവിൽ അടുത്തുയർച്ചയും പ്രാപിക്കും, സകല നന്മകളും നീ അനുഭവിക്കുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ഇത് പ്രായോഗികമാകുന്നതിനാൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇമോഷണൽ മണ്ഡലങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കുവാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ അവസാന സമയത്ത് നമ്മൾ പൊതുവിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ പ്രാർത്ഥിക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ തന്നെ ഇപ്പോൾ തന്നെ കോപ സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ, മനോഭാവം നിഷേധാർത്ഥകം, നെഗറ്റീവ് ആകുന്നുവെങ്കിൽ, നിങ്ങളുടെ ഇമോഷണൽ റെസ്പോൺസ്, തിന്മ നിറഞ്ഞ ഒരുപാട് ഇമോഷണൽ റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട,
എനിക്കിത് വേണ്ട. ഇവിടെ ഒരു കാര്യം കൂടെ, ഒരു നിമിഷം ഒന്ന് കണ്ണു തുറന്നേ, ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. നമ്മളൊക്കെ പറയും, അയ്യോ ഇത് എൻ്റെ അപ്പൻ്റെ കോപമാണ്, ഇത് അപ്പൻ്റെ സ്വഭാവമാണ്. നിനക്ക് അപ്പൻ്റെ സ്വഭാവമല്ല വേണ്ടത്, യേശുവിൻ്റെ സ്വഭാവം വേണ്ടത്. മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കറിയാം, നമ്മുടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഒരു സെല്ലിന് ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിൽ ക്രോമോസോം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ക്രോമോസോമിൽ DNA എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ DNAയിൽ ഹെറിഡിറ്ററി ക്യാരക്ടറാണ് മനുഷ്യനിൽ വെളിപ്പെടുന്നത്. അപ്പൻ്റെയും അപ്പൂപ്പൻ്റെയും ഒക്കെ സ്വഭാവം ഹെറിഡിറ്ററി ആയിട്ട് വെളിപ്പെടുന്നത്. ഈ ലോകത്തിലെ ഒരു ഡോക്ടർക്കും ഹെറിഡിറ്ററി നേച്ചേഴ്സിനെ റിപ്പയർ ചെയ്യാൻ കഴിയത്തില്ല. DNA റിപ്പയർ ചെയ്യാൻ ആർക്കും കഴിയില്ല. ഇപ്പോൾ ഏതാണ്ട് പുതിയ കണ്ടുപിടിച്ചിട്ടുണ്ട് DNA ഒരു പരിധി വരെ റിപ്പയർ ചെയ്യുവാൻ കഴിയുമെന്ന്. എന്നാൽ ഈ DNA-യിൽ ഇരിക്കുന്ന ഹെറിഡിറ്ററി സ്വഭാവങ്ങളെ വിശ്വസിച്ചാൽ ഹെറിഡിറ്ററി സ്വഭാവത്തെ മുഴുവൻ നീക്കിയിട്ട് ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. DNA-യിലെ ഹെറിഡിറ്ററി നേച്ചേഴ്സിനെ വരെ മാറ്റുവാൻ കഴിയുന്ന ഒരൊറ്റ വ്യക്തി ഈ പ്രപഞ്ചത്തിൽ യേശു ക്രിസ്തുവാണ്. വിശ്വസിച്ചോ? ഇപ്പോൾ തന്നെ നിന്റെ ഇമോഷണൽ മണ്ഡലത്തിൽ ഒരു വിടുതൽ സംഭവിക്കാൻ പോകുകയാണ്. തിന്മ നിറഞ്ഞ ഇമോഷൻസ് നിങ്ങളെ സ്വാധീനിക്കുന്ന വ്യക്തികളാണെങ്കിൽ, എനിക്കത് കോപം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അതുപോലെ ഒരുപാട് തിന്മ നിറഞ്ഞ ഇമോഷണൽ റെസ്പോൺസസ് ഉണ്ട്, ഇറിറ്റേഷൻസ്, അങ്ങനെയുള്ള ഏതൊക്കെ സാഹചര്യങ്ങളിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ഏത് തിന്മ നിറഞ്ഞ എമോഷൻസ് ആണ് സ്വാധീനിക്കുന്നത്. കർത്താവ് എന്നെ അതിൽ നിന്ന് വിടുവിക്കണമെന്ന് ഒന്ന് പ്രാർത്ഥിച്ച്, എനിക്ക് നന്മ നിറഞ്ഞ ഇമോഷൻസ് മാത്രം മതി, ദൈവത്തിൽ നിന്നുള്ള വികാരങ്ങൾ മാത്രം മതി. എൻ്റെ മനോഭാവത്തെ, എൻ്റെ ആറ്റിറ്റ്യൂഡ്സിനെ നിന്നൊന്ന് വിടുവിക്കണമേ. എൻ്റെ മനോഭാവങ്ങളെ ഒന്ന് തൊടണമേ. എൻ്റെ മനോഭാവങ്ങളെ ഒന്ന് ദൈവഹിതപ്രകാരമാക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ ഇവരെ ഞെരുക്കുന്ന തിന്മ നിറഞ്ഞ വികാരങ്ങൾ അവരെ വിട്ടുപോട്ടെ. കോപം, ഇറിറ്റേഷൻസ്, തിന്മ നിറഞ്ഞ സകല ഇമോഷൻസ് അവരെ വിട്ടുപോകട്ടെ. അവരുടെ മനോഭാവത്തിന് മാറ്റമുണ്ടാകട്ടെ. എല്ലാ തിന്മകളുടെ നടുവിലും എല്ലാ പ്രതികൂലങ്ങളുടെ നടുവിലും നന്മ കണ്ടെത്തുവാൻ തക്കവണ്ണം സാക്ഷാത്തായ നിലയിൽ ഇവരുടെ മനോഭാവം ഇന്ന് പകൽ പണിയപ്പെടുവാൻ ഇടവരട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ആ വികാരങ്ങളുടെ മണ്ഡലത്തിൽ സൗഖ്യം നടക്കട്ടെ. രണ്ടാമതായിട്ട് അതേപോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാകുന്നു ഇമാജിനേഷൻസ്. നമുക്കെല്ലാവർക്കും സങ്കല്പിക്കുവാനുള്ള കഴിവുണ്ട്. ഇമാജിനേഷൻ, സങ്കല്പങ്ങൾ, ഭാവനകൾ. സങ്കല്പങ്ങളുടെ ഭാഗത്ത് തോട്ട് പാറ്റേൺസ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അനേകരുടെ തോട്ട് പാറ്റേൺസ്, നെഗറ്റീവ്, പോസിറ്റീവ്, ഈ രണ്ട് വാക്കുകളുടെ മലയാള പദം, പോസിറ്റീവിന് സാക്ഷാത്തായ, നെഗറ്റീവിന് നിഷേധാർത്ഥകമായ. അതിനാൽ ഞാൻ നിഷേധാർത്ഥകമായ ചിന്തകൾ എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് തോട്ട്സ് ആണ്. തോട്ട് പാറ്റേൺസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങളൊരു ദൈവദാസനാണെങ്കിൽ നിങ്ങളുടെ തോട്ട് പാറ്റേൺസിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ നടക്കണം. വ്യക്തിപരമായി എൻ്റെ തോട്ട് പാറ്റേൺസ് മുഴുവൻ നിഷേധാർത്ഥകമായിരുന്നു, നെഗറ്റീവായിരുന്നു. അനേക വർഷങ്ങളിൽ ഞാൻ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് എൻ്റെ തോട്ട് പാറ്റേൺസ് ആണ്. ഈ തോട്ട് പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ. നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ, എനിക്ക് മാത്രം ഒരു ഉയർച്ച പ്രാപിക്കുവാൻ കഴിയുന്നില്ല, ഞാൻ തൊടുന്നതെല്ലാം പരാജയമാണ്. നിന്റെ തോട്ട് പാറ്റേണാണ്. ആ തോട്ട് പാറ്റേൺസ് ഒരർത്ഥത്തിൽ തോട്ട്സിനെ കുറിച്ച് പറയുന്നത്, തോട്ട്സ് ഈസ് ദ ടോക്കിംഗ് ഓഫ് ദ സോൾ വിത്ത് ഇറ്റ് സെൽഫ്. ഞാൻ മലയാളത്തിൽ ഇപ്പം വാ തുറന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് സംസാരമാണ് എന്നതുപോലെ നമ്മുടെ സോളിനോട് സോള് തന്നെ സംസാരിക്കുന്നതാണ് തോട്ട്സ് എന്ന് പറയുന്നത്, ചിന്തകൾ എന്ന് പറയുന്നത്. എന്താ നിങ്ങളുടെ സോളിനോട് നിങ്ങൾ തന്നെ സംസാരിക്കുന്നത്? നിഷേധാർത്ഥകമാകുന്നുവെങ്കിൽ നിങ്ങളെ സ്വാധീനിക്കും. നിങ്ങൾ പരാജയം ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കും. ഈ തോട്ടിനൊരു പ്രത്യേകതയുണ്ട്. സംസാരം വല്ല സാഹചര്യത്തിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സംസാരിക്കുകയുള്ളൂ. എന്നാൽ 24 hours ഫങ്ഷൻ ചെയ്യുന്ന ഒരു മണ്ഡലമാണ് തോട്ട്സ് എന്ന് പറയുന്നത്, ചിന്തകൾ എന്ന് പറയുന്നത്. ചിന്തിക്കാതിരിക്കുന്ന ഏതെങ്കിലും നിമിഷമുണ്ടോ? ഉറങ്ങുമ്പോൾ പോലും നിന്റെ മനസ്സ് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ മനസ്സ് 24 മണിക്കൂറുകളും ചിന്തകൾ കൊണ്ട് സജീവമാകുന്നു. ആ ചിന്തകൾ സാക്ഷാത്തായ ചിന്തകൾ കൊണ്ട് നിറയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജയകരമായ ഒരളവിൽ വർധനവ് പ്രാപിക്കുവാൻ കഴിയുകയില്ല. ജയകരമാകുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളൊരു ബിസിനസ് മാൻ ആകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ ഒരു ഐശ്വര്യം പ്രാപിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഐശ്വര്യം നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയുകയില്ല. നിഷേധാർത്ഥകമാകുന്ന ചിന്താധാരയെ രൂപാന്തരപ്പെടുത്തണം, ദൈവവചനം കൊണ്ട് രൂപാന്തരപ്പെടുത്തണം. ഇവിടെ ഈ ചിന്തകളെ സ്വാധീനിച്ച പ്രീവിയസ് ലൈഫ് ഹിസ്റ്ററി ഉണ്ട്. നാം ഏത് കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് വന്നത്, എന്ത് കേട്ടാണ് വളർന്നത്? ഒരു കുഞ്ഞ് വളരുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് കുഞ്ഞ് വളരുന്നത്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, സ്പർശനം, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് കുഞ്ഞ് വളരുന്നത്. കേട്ടതും കണ്ടതുമാണ് ഒരു കുഞ്ഞിന്റെ വളർച്ചയുടെ ആധാരം എന്ന് പറയുന്നത്. നിന്റെ തോട്ട് പാറ്റേണിനെ സാധിക്കുന്നത് നീ ഏത് കുടുംബ പശ്ചാത്തലത്തിൽ നീ എന്ത് കേട്ടാ വളർന്നു വന്നത്?
അവിടെ സംസാരിക്കുന്നത് ആരെക്കുറിച്ചായിരുന്നു? ഏത് നിഷേധാർത്ഥകമാകുന്ന സംസാരമായിരുന്നുവോ അതോ സാക്ഷാത്തായ സംസാരമാണോ? നിന്നെ കൂടെ ആരെങ്കിലും കഴുത എന്ന് വിളിച്ചിട്ടുണ്ടോ? നിന്നെ കൂടെ ആളുകൾ ഇടിച്ചു താഴ്ത്തിട്ടുണ്ടോ? 4 മക്കളുടെ നടുവിൽ നിന്നെ കുറിച്ച് അപ്പനും അമ്മയും പറയുമായിരുന്നു, എടാ നോക്കടാ, മൂന്നെണ്ണത്തെ നോക്ക്, വിടുമിടുക്കന്മാർ, നീ ഒരുത്തൻ കഴുത. കേട്ടു വളർന്നു എങ്കിൽ അത് നിന്റെ തോട്ട് പാറ്റേണെ, ഇമാജിനേഷനിൽ നിന്റെ തോട്ട് പാറ്റേണെ സ്വാധീനിക്കും. അത് നിന്റെ പ്രീവിയസ് ലൈഫ് ഹിസ്റ്ററിയാണ്. ഈ പ്രീവിയസ് ലൈഫ് ഹിസ്റ്ററി മൂലം നാം വളരുന്ന സമൂഹവും നമ്മുടെ കുടുംബവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഈ സമൂഹം നമ്മളൊരു ബിലീഫ് സിസ്റ്റം തരും. ഒരു വിശ്വസിക്കുവാൻ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. ഈ ഒരു പരിധിക്കപ്പുറം ചില കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയത്തില്ല. ആ ബിലീഫ് സിസ്റ്റം നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. ഇന്ന് നമ്മുടെ വിശ്വാസത്തെ അത് സ്വാധീനിക്കുകയാണ്. ഇതെല്ലാം ഇതിന്റെ പിന്നില് നമ്മുടെ തോട്ട് പാറ്റേണെ സ്വാധീനിക്കുന്നുണ്ട്. ബിലീഫ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, യൂറോപ്പിൽ നിന്നൊരു സഹോദരി എന്നോട് പറഞ്ഞു, ആ സഹോദരിയുടെ മകൻ ഇപ്പോൾ 23 വയസ്സുണ്ട്. പിന്നെ അപ്പന്റെയും അമ്മയുടെ കൂടെ ജീവിക്കേണ്ട കാര്യമില്ല. എന്നാൽ നേരെ തിരിച്ച് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 23 വയസ്സുള്ള ഒരു മകൻ വീട് മാറി പോയി താമസിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് വിശ്വസിക്കും? നമ്മൾ എന്ത് കരുതും? അയ്യോ, അപ്പനും അമ്മയുമായിട്ട് ഭയങ്കര അടിയായിരിക്കും, അതല്ലേ അവൻ വീട് മാറി താമസിക്കും. ജീവിക്കേണ്ട കാര്യമില്ല. എന്നാൽ നേരെ തിരിച്ച് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 23 വയസ്സുള്ള ഒരു മകൻ വീട് മാറി പോയി താമസിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് വിശ്വസിക്കും? നമ്മൾ എന്ത് കരുതും? അയ്യോ, അപ്പനും അമ്മയുമായിട്ട് ഭയങ്കര അടിയായിരിക്കും, അതല്ലേ അവൻ വീട് മാറി താമസിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ ബിലീഫ് സിസ്റ്റമാണ്. അരുണാചൽ പ്രദേശിൽ ഞാൻ കടന്നുപോയപ്പോൾ എന്റെ ബിലീഫ് സിസ്റ്റം എന്റെ ശുശ്രൂഷയെ സ്വാധീനിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്ത്രീകളെല്ലാം ഉടുക്കുന്നത് ഗാല എന്ന് പറയുന്ന ഒരു സാധനമാണ്. നമ്മുടെ ചട്ടയും മുണ്ടും പോലെ അവർ കമ്പിളി കൊണ്ടൊരു സാധനമാണ് ഉടുക്കുന്നത്. പൊടുന്നനെ എനിക്ക് തോന്നി എന്റെ ബിലീഫ് സിസ്റ്റത്തിൽ ഇതെന്താണ് ഇവരിങ്ങനെ ഉടുക്കുന്നത്? ഇവരെ എല്ലാവരെയും സാരി ഉടുപ്പിക്കണം. അപ്പൊ ഞാനൊരു പ്രസംഗമൊക്കെ ക്രമീകരിക്കുകയാണ് സാരി ഉടുക്കുവാൻ വേണ്ടി. ഈ ഗാല എന്ന് പറയുന്നത് വചനപ്രകാരമല്ല, സാരി ഉടുക്കണം. ദൈവത്തിന്റെ ആത്മാവ് പെട്ടെന്ന് എന്നോട് ഇടപെട്ടു, എടാ സാരി എവിടുന്ന് വന്നതാണ്? സാരി ക്രൈസ്തവ വസ്ത്രമാണോ? സാരി പാഞ്ചാലിയുടെ വസ്ത്രമായിരുന്നു. ഇന്ത്യക്കാരന്റെ സംസ്കാരം കേരളത്തിലുള്ള ക്രിസ്ത്യാനികളെ സ്വാധീനിച്ച് അത്ര മാത്രമേ ഉള്ളൂ. അമേരിക്കയിൽ നിന്നൊരാൾ മിടിയിട്ട് വരുന്നുടനെ നമുക്കത് കാണുന്നുണ്ടെങ്കിൽ മഹാഭാവി, നരകത്തിലേ പോകത്തുള്ളൂ. എന്താ നമ്മളുടെ ജീവിതത്തിൽ ഇതുവരെയും അങ്ങനെ ചിന്തിക്കുവാൻ നമുക്ക് കഴിയില്ല. ഒരു സ്ത്രീ മിടിയിട്ടുകൊണ്ട് വരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയില്ല. നമ്മുടെ ബിലീഫ് സിസ്റ്റം കണ്ണുകൊണ്ട് കാണുന്ന മുഴുവൻ സാരി കൊടുത്ത സഹോദരിമാരെയാണ്. ദൈവം എന്നെ അരുണാചൽ പ്രദേശിലേക്ക് രൂപാന്തരപ്പെടുത്തി. അവിടുത്തെ ആരും സാരി കൊടുക്കാൻ ഇടവന്നില്ല. അവരിന്നും കാല തന്നെയാണ് കൊടുക്കുന്നത്. ഓരോ സംസ്കാരങ്ങളിലുള്ള ബിലീഫ് സിസ്റ്റം ഉണ്ട്. ആ ബിലീഫ് സിസ്റ്റം അവരുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കും. ആ സംസ്കാരത്തിൽ തന്നെ എപ്പോഴും ആ സംസ്കാരത്തിൽ ഇടപെടലുകൾ, ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് ഇടപെടുമ്പോൾ സന്തോഷമില്ലാത്ത ഒരു ഇടപെടൽ. നമ്മുടെ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ കസ്റ്റമർ ചെല്ലുമ്പോൾ വിൽക്കുന്നവൻ അവന്റെ മുഖഭാവം എന്ന് പറയുന്നത് ഒരു കഴുത വന്നിരിക്കുന്നു സാധനം വാങ്ങാൻ വേണ്ടി. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ കസ്റ്റമറിനെ അവര് ദൈവതുല്യമായിട്ടാണ് കരുതുന്നത്. ഒരു കസ്റ്റമർ കടയിൽ വന്നു കഴിഞ്ഞാൽ ബഹുമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഇടപെടുന്നത്. ഇവിടെ ഏതെങ്കിലും കടയിൽ ചെന്നാൽ വേണേ മേടിച്ചുകൊണ്ട് പോടാ എന്ന ഭാവത്തില കടയിൽ ആളുകൾ ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സങ്ങ് അതിന് തന്നെ സജ്ജമാകും. അവനോട് വേണ്ടി വന്നാൽ രണ്ട് പറയാൻ വേണ്ടി സജ്ജമാകും. നമ്മുടെ തോട്ട് പാറ്റേൺ നേരത്തെ തന്നെ മുന്നിൽ കാണും. ആ കടയിൽ പോകുമ്പോൾ അവൻ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ തിരിച്ചു പറയണം. തോട്ട് പാറ്റേൺ ആ നിലയിൽ ക്രമീകരിച്ചാണ് നാം കടന്നു പോകുന്നത്. ഈ തോട്ട് പാറ്റേണെ ബിലീഫ് സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന, പ്രീവിയസ് ലൈഫ് ഹിസ്റ്ററിയിൽ വന്നിരിക്കുന്ന, നമ്മുടെ വേൾഡ് വ്യൂവിൽ വന്നിരിക്കുന്ന ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ സ്വാധീനിക്കുന്നതിനാൽ ഈ തോട്ട് പാറ്റേണെ രൂപാന്തരപ്പെടുത്തുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഒരാൾ കേൾക്കുവാൻ സന്നദ്ധമാകുമെങ്കിൽ നിങ്ങളുടെ തോട്ട് പാറ്റേൺ രൂപാന്തരപ്പെടും. തോട്ട് പാറ്റേൺ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ വിടുതലാകട്ടോ. ചിന്താമണ്ഡലത്തിൽ എപ്പോഴും സാക്ഷാത്തായി ചിന്തിക്കും. അഭിഷക്തനാണെങ്കിൽ അവന്റെ പൊസിഷൻ മനസ്സിലാകും. ഞാൻ എവിടെ വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാകും. അപ്പോസ്തോലിക ഓഫീസിലേക്ക് വിളിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ലജ്ജിക്കേണ്ട കാര്യമില്ല. അവൻ ഹൃദയത്തിൽ ചിന്തിക്കും, ഞാനൊരു അപ്പോസ്തോലനാണ്. പ്രോഫറ്റിക് ഓഫീസിലേക്ക് വിളിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ അവൻ ഹൃദയത്തിൽ ചിന്തിക്കും, പ്രോഫറ്റിക് ഓഫീസിൽ ഞാൻ വിളിയുള്ള ആളാണ്. നീ പ്രോഫറ്റ് എന്ന് ചിന്തിച്ചാൽ നീ പ്രോഫറ്റിന്റെ ശബ്ദം നിന്റെ അതരത്തിലൂടെ പുറപ്പെടുവാൻ ഇടവരും. ഒരു ദൈവവൈതല് വിശ്വസിക്കും, ഹൃദയത്തിൽ തോട്ട് പാറ്റേണിൽ അറിയാം, ഈ പന്തളത്തിൽ വാഴ്ച നടത്തേണ്ട ഒരു രാജകീയ അധികാരം ദൈവം എന്റെ ഹൃദയത്തിൽ, എന്റെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്. നീ അത് ചിന്തിക്കുവാൻ തുടങ്ങുന്നതോടുകൂടെ നിന്റെ വിടുതൽ ആരംഭിക്കുകയാണ്. നിന്റെ തലയ്ക്ക് മുകളിൽ കയറി കൂടെ ബന്ധനമിടുന്ന പിശാചിന് പിന്നെ ബന്ധനമിടുവാൻ കഴിയുകയില്ല. അവൻ നേരെ കാലിന്റെ കീഴെ വരുവാനിടവരും. നീ വാഴ്ച നടത്തുവാൻ പോവുകയാണ്. കരമടിച്ച ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചോ. ഇതുമൂലം വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്,
നമുക്ക് തന്നെ നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ച് ഞാൻ ആരാകുന്നു ഒരു ഐഡന്റിറ്റി ക്രൈസിസ് തന്നെ ഉണ്ടാകും. ഹൂ ആം ഐ? അതിന് ഒരു പദപ്രയോഗം അവർ ഉപയോഗിച്ചിരിക്കുന്നത് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ച് ഒൻറ്റോളജി എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹൂ ആം ഐ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. എനിക്ക് അവിടെ പോകാൻ യോഗ്യതയുണ്ടോ? അവരുടെ നടുക്ക് എനിക്ക് നിൽക്കാൻ കഴിയുമോ? അയ്യോ, ഞാൻ കുലത്തിൽ താണവനാ. ഹൂ ആം ഐ? ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ള നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. അഭിഷക്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ തോട്ട് പാറ്റേൺ നേരെ തിരിഞ്ഞു കിടക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു ശുശ്രൂഷയ്ക്ക് കയറി നിൽക്കുവാൻ തുടങ്ങുമ്പോൾ എനിക്കത് കഴിയുമോ? എനിക്കതിന് യോഗ്യതയുണ്ടോ? ഹൂ ആം ഐ? ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. ആ ഐഡന്റിറ്റി ക്രൈസിസ്, മോശം ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ നീ ആരാകുന്നു എന്ന ചോദ്യത്തിന്റെ മറുപടി, അതിന് ടെലിയോളജി എന്ന് പറഞ്ഞ മറ്റൊരു വിഭാഗം കൂടിയുണ്ട്. എവിടെ നിന്ന് ഞാൻ വരുന്നു, എവിടേക്ക് ഞാൻ പോകുന്നു, ഇതൂടെ ചേർന്ന് വരുന്നതാണ് ഈ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. ഞാൻ ആരാകുന്നു? നിനക്ക് തന്നെ നിന്റെ ഐഡന്റിറ്റിയെ കുറിച്ചൊരു ഉറപ്പില്ല. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിനക്കൊരു വ്യക്തിപരമായിട്ട് എന്നെ കൊണ്ടത് കഴിയുമോ, ഞാൻ ജയിക്കുമോ? ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. മോശയ്ക്ക് ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടായിരുന്നു. ആ ഐഡന്റിറ്റി ക്രൈസിസിൽ നിന്ന് ഉളവായ ഒരു ചോദ്യമാണ്. ദൈവത്തോട് ചോദിച്ചു, നിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. മോശ 40 വർഷം കൊട്ടാരത്തിൽ വളർന്നവനാണ്, എല്ലാ അധികാരങ്ങളും കണ്ടവനാണ്. പക്ഷേ ശുശ്രൂഷയ്ക്കിറങ്ങി പരാജയപ്പെട്ടു പോയി. എല്ലാ അറിവുകളോടും കൂടെ ഫസ്റ്റ് മിനിസ്ട്രി പരാജയപ്പെട്ടു പോയി. ആ ആദ്യത്തെ ശുശ്രൂഷയിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് 40 വർഷം ശുശ്രൂഷയ്ക്ക് എന്നെ കൊള്ളത്തില്ല, എനിക്കിതിന് വിളിയില്ല, ഈ പരിപാടിക്ക് എന്നെ ദൈവം കണ്ടിട്ടില്ല. തീരുമാനമെടുത്ത് 40 വർഷം മരുഭൂമിയിലായിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പർവ്വതത്തിന്റെ മുകളിൽ മുൾപ്പടർപ്പിൽ തീ കത്തിയത്. ഇതിന്റെ നടുവിൽ സ്വന്തം ശുശ്രൂഷയെ സംശയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവാത്മാവ് നിന്നോട് ഇടപെടുകയാണ്. എനിക്ക് വിളിയുണ്ടോ? എന്നെ ദൈവം കണ്ടിട്ടുണ്ടോ? എനിക്ക് വേണ്ടവണ്ണം പ്രയോജനപ്പെടുവാൻ കഴിയുന്നില്ലല്ലോ. ശുശ്രൂഷയ്ക്ക് വലിയ ആഗ്രഹത്തോടുകൂടെ കാൽ ചവിട്ടി, പക്ഷെ ഇപ്പോൾ ഒരു പുരോഗതിയും പ്രാപിക്കുവാൻ കഴിയുന്നില്ലല്ലോ. മരുഭൂമിയിൽ ചുറ്റി ഉടലുവാൻ ഇടവരരുത്. വെറുതെ ഒരു 40 വർഷം കളയുവാൻ ഇടവരരുത്. പെട്ടെന്ന് ഹോരേബിലേക്ക് ചെന്നു ആ തീ കാണുകയാണെങ്കിൽ അന്നു മുതൽ നിന്റെ ശുശ്രൂഷ വെളിപ്പെടാൻ പോകുകയാണ്. വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ 14 വർഷം എടുത്ത ആ വലിയ പ്രക്രിയ നിങ്ങൾക്ക് ഒരു നിമിഷം കൊണ്ട് പ്രാപിക്കുവാൻ കഴിയും. ഒരു മർമ്മം വെളിപ്പെട്ട് കിട്ടിയാൽ മതി. ഇതൊന്നും പറഞ്ഞു തരുവാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇങ്ങനൊരു കാര്യമുണ്ടെന്നുള്ളതും ഇങ്ങനൊരു ക്രൈസിസ് ഉണ്ടെന്നുള്ളതും അകത്ത് നടക്കുന്ന സംഘർഷങ്ങൾ ഇന്ന മണ്ഡലങ്ങളിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞു തരുവാൻ നമ്മുടെ സമൂഹത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ദാവീദാ വലുത്. എല്ലാവരും ദാവീദിനെ ഉയർത്തി. ആരും യേശുവിനെ ഉയർത്തുവാൻ തയ്യാറായില്ല. നീ ദാവീദിനെ പ്രസംഗിക്കുന്ന അവസാനിപ്പിച്ചിട്ട് യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിന്റെ വിടുതൽ ആരംഭിക്കും. 150 സങ്കീർത്തനവുമായിട്ട് നമ്മുടെ സഭകളിരിക്കുകയാണ്. ദാവീദാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആള്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദാവീദും കർത്താവെന്ന് കർത്താവിനെ വിളിച്ചല്ലോ. യേശുവിനെ ദാവീദ് വിളിച്ചത് കർത്താവെന്ന. അവൻ ദാവീദിന്റെ സന്തതിയല്ല, അവൻ ദൈവത്തിന്റെ പുത്രന്. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിനെ ഉയർത്തുന്നതോടുകൂടെ വിടുതൽ ആരംഭിക്കുവാൻ പോകുകയാണ്. ആമേൻ. ആ ഐഡന്റിറ്റി ക്രൈസിസിൽ നിന്നാണ് മോശ ചോദിക്കുന്നത്, നിന്റെ പേരെന്താ? ദൈവം എന്താ മറുപടി പറയുന്നത്? അതാണ് ഐഡന്റിറ്റി. ദൈവം പറയുന്നത്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഓ, ഈ പ്രപഞ്ചത്തിൽ ഐഡന്റിറ്റി ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഈ മറുപടി നിങ്ങൾ കേട്ടാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാകുക? നിങ്ങൾ പന്തളം ജംഗ്ഷനിൽ വെച്ചൊരു മനുഷ്യനെ കണ്ടു. ഹലോ, എൻ്റെ പേര് ഫിന്നി സ്റ്റീഫൻ, താങ്കളുടെ പേരെന്താണ്? അദ്ദേഹം പറയാം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകും? അവിടെ ദൈവം പറയുന്നത്, മോശേ, നീ ഇപ്പോൾ നേരിടുന്ന പ്രശ്നം നീ ആരാണ് എന്ന് നിനക്കറിയില്ല. നീ ഒരു ഐഡന്റിറ്റി ക്രൈസിസിനെ നേരിടുകയാണ്. നീ ആരാണെന്ന് നിനക്കറിയണമെങ്കിൽ എന്നെ അറിഞ്ഞാൽ നിനക്ക് മനസ്സിലാകും നീ ആരാകുമെന്ന്. ഐഡന്റിറ്റി ക്രൈസിസിലൂടെ കടന്നു പോകുന്ന ഒരു ഓർത്തോണം. യേശു പറയുന്നത്, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഐഡന്റിറ്റിയാണ് യേശു പ്രഖ്യാപിക്കുകയാണ്. അത് തന്നെയാണ് ഗത്സമനയിൽ കാണുവാൻ കഴിയുന്നത്. ഞാനാകുന്നു എന്ന് പറഞ്ഞതോടുകൂടെ പെടഞ്ഞു പടയാളികൾ താഴെ വീണു. അയാം. പഴയ നിയമത്തിൽ യഹോവയാകുന്ന ദൈവം പറഞ്ഞു അയാം. ആ അയാമാണ് ഗത്സമനയിൽ തന്നെ പിടിക്കുവാൻ വന്ന പടയാളികൾ ചോദിച്ചു, ആരാണവൻ? ഞാനാകുന്നു എന്ന് പറഞ്ഞു. അയാം. താഴെ വീണു. അയാം. യേശു ക്രിസ്തുവിനെ കൂടുതൽ അറിയുന്നതോടുകൂടെ നിനക്ക് മനസ്സിലാകും നീ ആരാണെന്ന്. നമ്മളെല്ലാവരും ക്രിസ്തുവിലാണ് നമ്മുടെ ഐഡന്റിറ്റി. ആരാണ് യേശു? യേശു തോറ്റവനാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തോറ്റവരാണോ? യേശുവിന് എവിടെങ്കിലും കയറി ചെല്ലാൻ പേടിയുണ്ടോ? രാജാവിന്റെ കൊട്ടാരത്തിൽ ചെല്ലാൻ പേടിയുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമുണ്ടോ?
ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുക്കൽ പോകാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ പോയി പറഞ്ഞോണം, ഈ ലോകത്തിൽ നിന്നെ രക്ഷിക്കാൻ യേശു അല്ലാതെ വേറെ ആരുമില്ല. അവിടെ രോഗം ഉടനെ പറയും യേശു എന്നെ ശിക്ഷിച്ചതാ. നോ, നിനക്ക് യേശുവിനെ അറിയത്തില്ല. എൻ്റെ ഒരു സുഹൃത്ത് ഈ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ പറയുകയുണ്ടായി, അദ്ദേഹം ഒരിക്കൽ ചർച്ചിൽ സഭായോഗത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു അമ്മയുടെ മടിയിലിരുന്നു കൊണ്ട് കൊച്ചങ്ങ് ഭയങ്കര ബഹളം, കൊച്ച് വഴക്കുണ്ടാക്കുക. അപ്പോൾ ഈ പാസ്റ്റർ നടന്നു വരുന്നതുകൊണ്ട് ഉടനെ പറയുകയാണ്, ഈ അമ്മ പറയുക, നോക്ക് പാസ്റ്റർ വരുന്നുണ്ട്, ചെവിക്ക് കിഴുക്കും. പാസ്റ്റർ എന്ന് പറഞ്ഞു, എന്തിനാ കള്ളം പറയുന്നത്? ഈ കൊച്ചു വളർന്നു വരുമ്പോൾ എന്നെ കാണുമ്പോൾ ചെവിക്ക് കിഴുക്കുന്ന വ്യക്തിയാണെന്നല്ല വിശ്വസിക്കുള്ളൂ, ഭീകരനായിട്ട് കാണത്തില്ലേ എന്നതുപോലെ നമ്മുടെ സഭകൾ യേശുവിനെ കുറിച്ച് ഒരിക്കലുമില്ലാത്ത പല കാര്യങ്ങളും പഠിപ്പിച്ചു വെച്ചു. യേശു നിങ്ങളെ തല്ലും, യേശു നിങ്ങളെ അടിക്കും, യേശു നിങ്ങൾക്ക് അപകടം വരുത്തും, യേശു നിങ്ങൾക്ക് ക്യാൻസർ വരുത്തും. നോ, യേശു നന്മ മാത്രം ചെയ്യുന്നവനാണ്. യേശുവിനെ നീ യേശുവിനെ നീ വേണ്ടവണ്ണം അറിയുകയാണെങ്കിൽ നിന്റെ മുൻപിൽ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയോട് പറയും, ഞാൻ യേശുവിന്റെ മകനാ, വിട്ടുപോ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോ. പരമടിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചു ചിന്തിക്കുന്നത് പിന്നെ പരാജയത്തെ കുറിച്ചല്ല, ദൈവവചനപ്രകാരം ചിന്തിക്കും. നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ചിന്തകളെ ശ്രദ്ധിച്ചു കൊള്ളണം. ഏകാന്തതയിൽ കാർ ഓടിക്കുമ്പോൾ, വീട്ടിലായിരിക്കുമ്പോൾ ആ ചിന്തകളെ വചനപ്രകാരമാക്കുകയാണെങ്കിൽ ജയിച്ചു. കൂടുതൽ സമയം മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കരുത്, യേശുവിനെ കുറിച്ച് ചിന്തിക്കണം. യേശുവിനെ കുറിച്ച് ചിന്തിക്കണം. ആമേൻ. ഭാരങ്ങൾ, കടഭാരമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്, യേശുവിനെ കുറിച്ച് ചിന്തിക്കണം. ജീവിതത്തിൽ ദുഃഖമുണ്ടെങ്കിൽ ദുഃഖത്തെക്കുറിച്ച് ചിന്തിക്കരുത്, യേശുവിനെ കുറിച്ച് ചിന്തിക്കണം. തോട്ട് പാറ്റേണിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായ ഇമാജിനേഷൻ രക്ഷപ്പെട്ടു. എല്ലാം പ്രത്യാശയാവിന്. 1000 പ്രതിസന്ധിയാണല്ലോ ബ്രദറെ. ബ്രദറെ, 1000 പ്രതിസന്ധിയുടെ നടുവിൽ ഇരിക്കുന്നത് ആരാ? യേശു ആയിരിക്കുന്നത്. അത് നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ പ്രതിസന്ധി മാത്രമേ കണ്ടുള്ളൂ. എന്നാൽ എന്റെ കണ്ണ് കാണുന്നത് പ്രതിസന്ധിയല്ല, പ്രതിസന്ധികളുടെ നടുവിൽ എന്റെ കൈക്ക് പിടിച്ചിരിക്കുന്ന യേശുവിനെയാ കാണുന്നത്. ഒന്ന് സന്തോഷിച്ച് വാ തുറന്ന് ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ടൊന്ന് സന്തോഷിച്ച്. ഒരു വലിയ ദൈവ മഹത്വം ഈ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലുണ്ട് എന്ന് എനിക്ക് ശക്തമാകുന്ന ബോധ്യമുണ്ട്. യേശു ഇപ്പോൾ ഇവിടെയുണ്ട്. ജീവിക്കുന്ന യേശു ഇവിടെ ഉള്ളതിനാൽ ആ മഹത്വം നിങ്ങളുടെ മേൽ ചുരുളുകൾ പോലെ വന്നു വീഴുകയാണ്. ഒരു ഭാഗം കൂടെ പറഞ്ഞ് നമ്മൾ ഈ പ്രഭാതത്തിലെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. ദീർഘമായി ഇനി പല ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധയോടുകൂടെ ഇന്ന് പങ്കെടുത്തവർ നഷ്ടമാക്കരുത്. ഒരു ഭാഗം കൂടെ പറഞ്ഞ് നമുക്ക് ഈ രാവിലത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. മെമ്മറീസ്, ഈ ഇമോഷൻസ്, ഇമാജിനേഷൻസ്, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മെമ്മറീസ്. നല്ല ഓർമ്മകളുണ്ട്, തിന്മ നിറഞ്ഞ ഓർമ്മകളുണ്ട്. ഈ ഓർമ്മകൾ അനേകരെ പീഡിപ്പിക്കുന്നു. എത്ര വ്യക്തികളെ ഓർമ്മകൾ പീഡിപ്പിക്കുന്നു. 10 വർഷം കഴിഞ്ഞ ആ ദുഃഖം ഇപ്പോഴും വേദന പീഡിപ്പിക്കുക. ആ ഓർമ്മകളെ നിങ്ങൾ സൗഖ്യമാക്കുവാൻ പഠിക്കണം. ഞാൻ ഇന്നലെ പ്രാർത്ഥിക്കുന്ന സന്ദർഭം ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 6 മാസം മുമ്പ് ആ സഹോദരിയുടെ ഭർത്താവ് മരിച്ചുപോയി. ഭയങ്കര വേദനയാണ് ബ്രദർ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഒരു കല്ല് നീങ്ങിപ്പോകുന്നത് പോലെ അവരനുഭവിക്കുകയാണ്. ഇവർ പറഞ്ഞു, ഒരു കല്ല് നീങ്ങിപ്പോകുന്നു, ഞാൻ ലൈറ്റ് ആകുന്നു. അക്ഷരാർത്ഥത്തിൽ ആ വേദന നീങ്ങിപ്പോകുകയാണ്. നന്മ നിറഞ്ഞ ഓർമ്മകളുണ്ട്, തിന്മ നിറഞ്ഞ ഓർമ്മകളുണ്ട്. ചില വ്യക്തികളെ കുറിച്ച് ഓർക്കുമ്പോൾ 3 വർഷം മുമ്പ് അവൻ എനിക്കെതിരെ ചെയ്തത് ഓർമ്മയാണ്. ആ ഓർമ്മകൾ പീഡിപ്പിക്കുന്നു. പണ്ടൊരു ഡോക്ടർ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു, എനിക്ക് മാത്തമാറ്റിക്സിനോട് വെറുപ്പാണ്, മാത്തമാറ്റിക്സിനെ ഞാൻ വെറുക്കുന്നു. എൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞു, എന്നെ മാത്തമാറ്റിക്സ് പഠിപ്പിച്ച അധ്യാപകൻ അയാളൊരു ക്രൂരനായിരുന്നു. ഇന്നും അദ്ദേഹം ഡോക്ടറാണ് എങ്കിൽ വർഷങ്ങൾ 10-40 കഴിഞ്ഞിട്ടും ഇന്നും മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റിനെ താൻ വെറുക്കുകയാണ്. കാരണം 3-ാം ക്ലാസ്സിൽ തന്നെ മാത്തമാറ്റിക്സ് പഠിപ്പിച്ച മനുഷ്യൻ ക്രൂരനായിരുന്നു. 3-ാം ക്ലാസ്സിൽ അടി കിട്ടിയ കാര്യം ഓർക്കുന്നവരുണ്ട്. 3-ാം ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു അതൊന്നും ഓർമ്മയിലില്ല. പക്ഷേ ആ അടി കിട്ടിയ സംഭവം നിന്റെ ഓർമ്മയിലുണ്ട്. അത് നിന്നെ ഇന്നും വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ തിന്മ നിറഞ്ഞ ഓർമ്മകൾ നിങ്ങളിൽ ഉളവാക്കുന്നത് വേദന, ചിലപ്പോൾ കോപം, കയ്പ്, ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥ. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? ഈ ഓർമ്മയിൽ 2 കാര്യങ്ങൾ ചേർന്നാണ് ഈ ഓർമ്മ ഉളവാകുന്നത്. ഒന്ന് സംഭവം. ഒന്ന് എഴുതാമോ? സംഭവം അല്ലെങ്കിൽ ഇൻസിഡന്റ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിക്കോ. സംഭവം അധികം നിങ്ങളുടെ ഇംഗ്ലീഷിൽ എഴുതിക്കോ ഇമോഷണൽ റെസ്പോൺസ്, നിങ്ങളുടെ വൈകാരിക പ്രതികരണം. 2 കാര്യങ്ങൾ ചേർന്നാണ് ഈ ഓർമ്മ നിലനിൽക്കുന്നത്.
വൈകാരിക പ്രതികരണം. എന്നോടൊരു സഹോദരൻ ഈ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, അദ്ദേഹത്തെ പീഡിപ്പിച്ച ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. ആ അധ്യാപകൻ ഇപ്പോൾ പ്രായമായി. ആ അധ്യാപകൻ നടന്നു പോകുമ്പോൾ ഇദ്ദേഹം മുണ്ട് കളത്തി അങ്ങ് കൊടുക്കും. പഴയ വാശിയാ. അയാളുടെ മുൻപിൽ മുണ്ടിന്നും അഴിച്ചിടുകയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ആ സംഭവം ഉണ്ടായപ്പോൾ ഒരു വൈകാരിക പ്രതികരണവുമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരാൾ മരിക്കുമ്പോൾ ഭയങ്കര ദുഃഖമാണ്. മരണം എന്ന് പറയുന്നതാണ് സംഭവം. ആ സംഭവത്തോടുള്ള നിങ്ങളുടെ റെസ്പോൺസ് എന്താണ്? ഇമോഷണൽ റെസ്പോൺസ് എന്താണ്? ദുഃഖം, ഭയങ്കര ദുഃഖം. 10 വർഷം കഴിഞ്ഞിട്ടും ആ സംഭവം ഓർക്കുമ്പോൾ ഇന്നും ദുഃഖമാണ്. ബ്രദർ, ഇന്നും എൻ്റെ ദുഃഖം മാറിയിട്ടില്ല. ഇവിടെ ആ സംഭവത്തെക്കാൾ നിങ്ങളെ ഏറ്റവും അധികം നിങ്ങൾക്ക് മുറിവുണ്ടാക്കുന്നത് എന്താണ്? നിങ്ങളുടെ വൈകാരിക പ്രതികരണമാണ്, ഇമോഷണൽ റെസ്പോൺസ്. ആ സംഭവത്തിന്റെ മേൽ നിങ്ങളുടെ ഒരു പ്രതികരണം. ഒരു വ്യക്തി നിങ്ങളെ പീഡിപ്പിച്ചു, കോപം. ആ വ്യക്തിയെക്കുറിച്ച് ഇപ്പോഴും ഓർക്കുമ്പോൾ, ആ സംഭവം ഓർക്കുമ്പോൾ ആ വൈകാരിക പ്രതികരണം കൂടെ ചേർന്നാണ് ആ ഓർമ്മ വരുന്നത്. അതിനാലാണ് പ്രശ്നം. ഇവിടെ ഈ സംഭവം തുടരും, എന്നാൽ ഈ വൈകാരിക പ്രതികരണത്തെ നാം ക്യാൻസൽ ചെയ്യണം. ആ പ്രത്യേക വ്യക്തി മരിച്ചു, ശരിയാണ്, ഇന്നും അത് ഓർമ്മയിലുണ്ട്, ആ സംഭവമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ദുരന്തങ്ങളിലൂടെ കടന്നുപോയി, മരണങ്ങൾ സംഭവിച്ചു. ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഇപ്പോഴും ഉണ്ട്, ആ സംഭവം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ എന്നെ ചില നാളുകൾ പീഡിപ്പിച്ച ഒരു തീവ്ര ദുഃഖമുണ്ടായിരുന്നു. ആ തീവ്ര ദുഃഖത്തെ കൃപയാൽ യേശുവിന്റെ നാമത്തിൽ എനിക്ക് പുറത്താക്കാൻ കഴിഞ്ഞു. ആ തീവ്ര ദുഃഖം തുടർന്നിരുന്നെങ്കിൽ, ഞാൻ വളരെ വിനയപുരസ്സരം പറയട്ടെ, ഇന്ന് ഇവിടെ എനിക്ക് ദൈവവചനം ശുശ്രൂഷിക്കാൻ കഴിയത്തില്ല. ഞാനൊരു നിഷേധാർത്ഥക സമീപനമുള്ള, നിരാശയുള്ള, തീവ്ര ദുഃഖത്തിന് അടിമയായി എൻ്റെ ജീവിതം പ്രയോജനമില്ലാതെ, ഫലം പുറപ്പെടുവിക്കാതെ ഏതെങ്കിലും കോണിൽ ഞാൻ ഒതുങ്ങിക്കൂടുമായിരുന്നു. എന്നാൽ ഞാൻ ആ തീവ്ര ദുഃഖത്തെ പുറത്താക്കിയപ്പോൾ ഇന്ന് ഞാൻ ആ സംഭവം ഓർക്കുന്നുണ്ട്. എനിക്ക് ദൈവരാജ്യത്തിൽ കൂടുതൽ പ്രയോജനപ്പെടുവാൻ കഴിഞ്ഞു. ഓർമ്മകളെ സൗഖ്യമാക്കുവാൻ നിങ്ങൾ പഠിക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓർമ്മകളിൽ പീഡനമുള്ളവർ, ഇതിന്റെ നടുവിൽ നല്ലതുപോലെ ഓർമ്മകളിൽ പീഡനങ്ങൾ ഉള്ളവരുണ്ട്. ഓർമ്മകൾ, ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെ ഇപ്പോൾ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓർമ്മകളിലെ പീഡനം അറിയാൻ. നിങ്ങൾ ഏറ്റവും അധികം പീഡിപ്പിക്കുന്ന ഒരു ഓർമ്മ ഇപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ വരട്ടെ. ആ ഓർമ്മയിൽ വരുമ്പോൾ എന്താണ് നിങ്ങൾ ആ ഓർമ്മയിൽ അത് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഇമോഷണൽ റെസ്പോൺസ്? കോപമാണോ? അങ്ങനെയെങ്കിൽ അന്ന് ആ സംഭവം ഉണ്ടായപ്പോൾ നിങ്ങൾ കോപിച്ചിരുന്നു. ദുഃഖമാണോ? അങ്ങനെയെങ്കിൽ ആ സംഭവം ഉണ്ടായപ്പോൾ നിങ്ങൾ ദുഃഖിച്ചിരുന്നു. വേദനയാണോ? എങ്കിൽ അന്ന് നിങ്ങൾക്ക് ആ സംഭവം ഉണ്ടായപ്പോൾ നിങ്ങൾ വേദനിച്ചിരുന്നു. നിങ്ങൾക്ക് കയ്പാണോ? അങ്ങനെയെങ്കിൽ അന്ന് നിങ്ങൾ ആ സംഭവം ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയോട് അൺഫോർഗീവ്നെസ് ഉണ്ടായി, കയ്പുണ്ടായി. അതാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു കയ്പ് തോന്നുന്നു, ഒരു വേദന തോന്നുന്നു, ഒരു ദുഃഖം തോന്നുന്നു. ആ സംഭവത്തോട് ചേർന്ന് അതിനോട് ചേർന്നതിനാൽ അത് നിങ്ങളെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിക്കുകയാണെങ്കിൽ, യേശുവിൽ ആശ്രയിക്കുകയാണെങ്കിൽ, ഇപ്പോൾ തന്നെ ആ ഓർമ്മയോട്, ആ സംഭവത്തോട് ചേർന്നുള്ള തെറ്റായ വൈകാരിക പ്രതികരണം എന്നിൽ നിന്ന് വിട്ടുപോകുവാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ അത് സംഭവിക്കും. ദിനംതോറും ഓർമ്മയെ സൗഖ്യമാക്കുവാൻ അങ്ങനെ പഠിക്കണം. ചിലപ്പോൾ ഓർമ്മ സൗഖ്യമാകാൻ ദിവസങ്ങൾ എടുത്തെന്നിരിക്കും. ചിലപ്പോൾ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ കർത്താവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്. ഒരു നിമിഷം കൊണ്ട് കർത്താവിന് പ്രവർത്തിക്കുവാൻ കഴിയും. ചിലപ്പോൾ ചില പുതിയ പാഠങ്ങൾ, ചില കാര്യങ്ങൾ അതിലൂടെ പഠിപ്പിക്കുവാൻ വേണ്ടി ചില ദിവസങ്ങൾ അനുവദിച്ചിരിക്കും. അവർ അതിനുള്ളിൽ ചില വചനഭാഗങ്ങളിലൂടെ പുതിയ ചില റെവലേഷൻസ് അവർക്ക് കിട്ടുവാനിട വരും. അത് കർത്താവിന്റെ തീരുമാനമാണ്. എങ്കിലും ഇപ്പോൾ നിങ്ങൾ ഒരു മർമ്മം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഈ ഭാഗത്തെ ക്യാൻസൽ ചെയ്യുന്നതിലൂടെ ഓർമ്മകളെ സൗഖ്യമാക്കുവാൻ കഴിയും. സംഭവം അവിടെ തുടരും. ആ സംഭവം ഒരു പീഡനവും കൊണ്ടുവരികയില്ല. ഓർമ്മയിൽ നിങ്ങളുടെ ആ സംഭവം നിങ്ങളുടെ ഓർമ്മയിൽ വരും. അതുമൂലം നിങ്ങൾ ഒരു പീഡനം അനുഭവിക്കുവാൻ ഇടവരത്തില്ല. ഒരു നിമിഷം ആ മേഖലയെ ഒന്ന് സ്പർശിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ ഇരിക്കുന്ന അനേകം വ്യക്തികൾക്ക് അനേകം ഓർമ്മകൾ വിവിധ നിലകളിൽ, വേദനയോ കയ്പോ പീഡനമോ ഒക്കെ തരുന്നുണ്ടായിരിക്കാം. ഓരോർമ്മയെ മുന്നിൽ കൊണ്ടുവരിക, എല്ലാം കൂടെ കൊണ്ടുവരരുത്. ഓരോന്നിനെ ഓരോന്നായിട്ട് ഡീൽ ചെയ്യണം, ഓരോന്നായിട്ട് നേരിടണം. അവിടെയാണ് പ്രാർത്ഥനയിൽ സമയം കൂടുതൽ ചിലവഴിക്കുക. ഓരോന്നിനെ നേരിടുക. ഓരോന്നിനെ നേരിടുന്നതിലൂടെ നിങ്ങൾക്കതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. ഇപ്പോൾ ഓരോ ഓർമ്മയെ, നിങ്ങളെ പീഡിപ്പിക്കുന്ന ഏതെങ്കിലും വേദന കൊണ്ടോ ദുഃഖം കൊണ്ടോ കോപം കൊണ്ടോ കയ്പ് കൊണ്ടോ പീഡിപ്പിക്കുന്ന ഓരോ ഓർമ്മയെ മുന്നിൽ കൊണ്ടുവരിക. ഒരു വ്യക്തിയാകട്ടെ, ഒരു സംഭവമാകട്ടെ, ആ ഓർമ്മയെ മുന്നിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളുടെ വൈകാരിക റെസ്പോൺസ് എന്താണ്? കോപമാണോ വേദനയാണോ? അതിനെ മനസ്സിലാക്കുക. അയ്യോ, ഇത് കോപമാണല്ലോ, വേദനയാണല്ലോ. അതിനുശേഷം പ്രാർത്ഥിക്കുക, കർത്താവേ, എനിക്ക് ഈ സംഭവത്തോട് ചേർന്ന് ഈ വേദന വേണ്ട, ഈ കയ്പ് വേണ്ട, ഈ തിന്മ വേണ്ട. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ സൗഖ്യം ഇപ്പോൾ ആരംഭിക്കും. നിങ്ങളുടെ ഓർമ്മകളെ നിങ്ങൾക്ക് സൗഖ്യമാക്കുവാൻ കഴിയും. മരണം മൂലം പീഡനം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ചു, മകൻ മരിച്ചു, മകൾ മരിച്ചു,
2 വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾക്ക് നഷ്ടമായി. ഇന്നും ആ ഓർമ്മ വരുമ്പോൾ വേദനിക്കുന്നു. ആ വേദനയുള്ള ആരെങ്കിലും ഇപ്പോൾ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഓർത്ത് നിങ്ങൾ വേദനിക്കരുത്. ആ കുഞ്ഞു പറുദീസയിൽ സന്തോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളിവിടെ ഫ്രൂട്ട്ഫുൾ ആകുന്നതിന് ഒരു തടസ്സമാണ് ആ വേദന. അതിനാൽ ഇപ്പോൾ പ്രാർത്ഥിക്കുക, ആ സംഭവം ശരിയാണ് കർത്താവേ, കുഞ്ഞു മരിച്ചു, നിന്നിൽ നിന്നൊരു തിന്മയും വരുന്നില്ല. എന്നാൽ ഇപ്പോൾ എൻ്റെ ആ വേദനയെ നീക്കി അനേകരെ ആശ്വസിപ്പിക്കുന്ന ഒരു അഭിഷക്തിയാക്കി എന്നെ തീർക്കണമേ. ഞാൻ ഫ്രൂട്ട്ഫുൾ ആകുവാൻ ഇടവരട്ടെ. പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ ഓർമ്മകൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓർമ്മകൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓർമ്മകൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓർമ്മകൾ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ കണ്ണുനീരൊപ്പുവാൻ യേശു ഇപ്പോഴിവിടെയുണ്ട്. കരയുവാൻ നിങ്ങളുടെ കണ്ണ് നനയുന്നെങ്കിൽ ആ കണ്ണുനീർ ഒഴുകട്ടെ. യേശു ആ കണ്ണുനീർ തുടച്ചു മാറ്റുവാൻ പോകുന്നു. അമ്മയുടെ ഉദരം മുതൽ നീ പീഡിപ്പിക്കപ്പെട്ടു. അനേകർ നിന്നെ തിരസ്കരിച്ചു. ഭർത്താവിന്റെ മദ്യപാനം മൂലം നീ പീഡനങ്ങൾ അനുഭവിച്ചു. അനേകം ഓർമ്മകൾ നിന്നെ പീഡിപ്പിക്കുന്നു. നിന്റെ മനോഭാവങ്ങളെല്ലാം പിശാച് നിഷേധാർത്ഥകമാകുന്ന നിലയിൽ നിന്റെ ഭാവങ്ങളെ ആക്കി. എന്നാൽ ഇന്ന് യേശു നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുക. ഇന്നു മുതൽ നിന്റെ ജയത്തിന്റെ ജീവിതം ആരംഭിക്കുവാൻ പോകും. ക്രിസ്തു മുഖാന്തരം എല്ലാറ്റിലും ജയോത്സവമായി നടത്തുന്ന ആ ജയം നിന്റെ മേൽ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. മരണം മൂലം ദുഃഖം അനുഭവിക്കുന്നവർ വിശേഷമായി അതിന്റെ അതരത്തിൽ വീണ്ടും വരികയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണം മൂലമുള്ള ദുഃഖം, മക്കളുടെ മരണം മൂലമുള്ള ദുഃഖം, അതൊരു പീഡനമായി അനുഭവിക്കുന്നവർ വിശേഷാൽ ഇന്ന് നിന്റെ വിടുതലിന്റെ ദിവസമാണ്. ദൈവാത്മാവ് നിന്നോട് ഇടപെടുകയാണ്. വ്യക്തിപരമായി നിന്നോട് ഇടപെടുകയാണ്. ആ മുറിവിനെ കർത്താവ് ഉണക്കുകയാണ്. ഇപ്പോൾ ആ ഓർമ്മയെ കർത്താവ് ഇപ്പോൾ ഉണക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ഓർമ്മയോട് ചേർന്ന് നിൽക്കുന്ന തിന്മ നിറഞ്ഞ വൈകാരിക പ്രതികരണം അത് ക്യാൻസൽ ആകട്ടെ, നീങ്ങിപ്പോയി. അവരുടെ ഇമാജിനേഷൻസിനെ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. അവരുടെ കോൺഷ്യസ് മൈൻഡിനെ സൗഖ്യമാക്കി